الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما نافعا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا من القرآن وانفعنا بالقرآن واهدنا بالقرآن واهدنا إلى القرآن واشف أمراضنا بحق القرآن وبحق حبيبك وصفيك محمد ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم امتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. ഫല്യോമ അന്നത്തെ ദിവസത്തിൽ ലാ തുദലമു നഫ്സുൻ ഒരു ആത്മാവിനെയും ആക്രമിക്കപ്പെടുകയില്ല ഷൈഅൻ ഒരൽപ്പം പോലും വലാ തുജ്സൗന ആർക്കും പ്രതിഫലം നൽകപ്പെടുകയും ഇല്ല ഇല്ലാ മാ കുൻതും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇല്ലാ മാ കുൻതും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചു വെച്ചത് അതനുസരിച്ചല്ലാതെ ഒരാൾക്കും അന്ന് ജസ നൽകപ്പെടുകയില്ല. ഫല്യോമ ആ ദിവസത്തിൽ ലാ തുദലമു നഫ്സുൻ ഒരു ആത്മാവിനെയും ആക്രമിക്കപ്പെടുകയില്ല ഷൈഅൻ അല്പം പോലും. അതായത് അവനവനോട് യോജിക്കാത്ത ഒരു ശിക്ഷ ഒരാൾക്കും നൽകൂല. ഏതൊരു അബ്ദിനും ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിയോട് അനുസൃതമായ ഒരു ശിക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ആ വ്യക്തി ചെയ്തിട്ടുള്ള തിന്മകളെ അള്ളാഹു അവന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കും. അവനത് സമ്മതിക്കേണ്ടി വരും. മാത്രമല്ല അവൻ ചെയ്തത് വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്ത രേഖയും അവന് ലഭിക്കും. ആ രേഖയിൽ ചെറുതോ വലുതോ അല്ലാതെ എല്ലാം പൂർണ്ണമായി അവന്റെ മുന്നിൽ വെളിവാക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല ആ രേഖയെ മുന്നിൽ വെച്ചാൽ അവന് തന്നെ ഹസീബാകാൻ കഴിയും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ അലൈക ഹസീബ. ആ ദിവസം അവനോട് പറയപ്പെടും ഇഖ്റ കിതാബക നിന്റെ കിതാബിനെ നീ തന്നെ വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബൻ ഇന്ന് നിനക്കെതിരായി വിധി തീർപ്പ് പറയാൻ ഹസീബ് കണക്കെടുത്ത് വിധി തീർപ്പ് പറയുന്നവൻ. ഇന്ന് നിന്റെ കണക്കെടുത്ത് വിധി തീർപ്പ് പറയുന്നവൻ നീ തന്നെ ആയാൽ മതിയാകും. കാരണം എന്തുകൊണ്ട് എല്ലാം വ്യക്തമായി അതിൽ തന്നെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിന് ചെയ്യുന്ന നിഅമത്തുകൾ വളരെ വലുതാണ്. അള്ളാഹു ചെയ്തതല്ലാത്ത ഒരു നിഅമത്തും ഇവന്റെ കൈവശമില്ല. എന്നിട്ട് ഈ നിഅമത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹ്ക്കെതിരാവാണ് ഇവിടെ അബ്ദ്. അപ്പോൾ പിന്നെ ആ അബ്ദിനെ അള്ളാഹു ശിക്ഷിക്കും. ശിക്ഷിച്ചാൽ അള്ളാഹു അക്രമിയല്ല, അള്ളാഹു നീതിമാനാണ്. മനസ്സിലായില്ലേ? രണ്ടും കൃത്യമാണ്. എന്ത് ജസാവും കൃത്യമായിരിക്കും, ഇഖാബും കൃത്യമായിരിക്കും. അള്ളാഹു അവന്റെ ജസാ ഖൈറായ ജസാഇന്റെ അനുയായികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെ അവന്റെ മഹദ് പതിന് കൊണ്ട് അള്ളാഹു തആല അമല് ചെയ്തവന് ഏറ്റി കൊടുക്കാം. അത് മഹദ് പതിന് കൊണ്ട് കുറ്റക്കാരന് പുറത്തും കൊടുക്കാം. മനസ്സിലായില്ല? കൃത്യമായി പറഞ്ഞാൽ ഇതെങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നീ ചെയ്തത്, അതിന്റെ റെക്കോർഡ് അവന്റെ മുന്നിൽ വിശദീകരിക്കും. അവനോട് അക്രമം ചെയ്യൂല. അള്ളാഹ് വേണമെങ്കിൽ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. അക്രമം ചെയ്യൂല, പുറത്തു കൊടുക്കും. ഇനി രണ്ടാമതായി അവൻ ചെയ്ത അമലുകൾ അവന്റെ മുന്നിൽ വിശദീകരിക്കും. ആ അമലിന്റെ ജസാവുന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഏറെ കൊടുക്കാം, കുറച്ചു കൊടുക്കൂല. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിനനുസരിച്ചല്ലാതെ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൂട്ടിത്തരൂല എന്നല്ല, കുറക്കൂല.
മനസ്സിലായില്ല? ഇവിടെ രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്ത്? ആരോടും അക്രമമില്ല, അവന്റെ കർമ്മത്തിനനുസരിച്ചല്ലാത്തൊരു അക്രമം ഒരാളോടും ഇല്ല. രണ്ട്, അതാണ് ഒന്ന്. രണ്ട്, അവന്റെ കർമ്മത്തിനനുസരിച്ചല്ലാത്ത പ്രതിഫലവും ഇല്ല. എന്താണ് അതിന്റെ അർത്ഥം? ഒന്നാമത്തെ ഭാഗത്തിൽ അർത്ഥം എന്താ? ഓരോരുത്തരുടെയും ഒരു നഫ്സിനോടും ആ നഫ്സിനനുസരിച്ചല്ലാതെ, ആ നഫ്സിന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ചല്ലാതെ ആ നഫ്സിനോട് അക്രമം ചെയ്യൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവന് അർഹിക്കാത്ത ശിക്ഷ അവന് കൊടുക്കൂല. ചിലപ്പോ എന്ത് ചെയ്യും? അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാതിരിക്കും. അത് അള്ളാഹുവിന്റെ ഒരു ഫضലാണ്. ഇനി രണ്ടാമത്തെ ഭാഗം എന്താ? രണ്ടാമത്തെ ഭാഗം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ചല്ലാതെ പ്രതിഫലം നൽകപ്പെടില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ നൽകൂല എന്നല്ല. നിങ്ങൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് പ്രതിഫലം നൽകാതിരിക്കൂല, കൂടുതൽ നൽകാം. അത് അള്ളാഹുവിന്റെ ഫضലാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അക്രമം എന്താണെങ്കിലും ഇല്ല, കൃത്യമായിരിക്കും, എല്ലാം കൃത്യമായിരിക്കും. അള്ളാഹു അല്ലാമുൽ ഗുയൂബാണ് എല്ലാം. അള്ളാഹുക്ക് ഒരു റെക്കോർഡിന്റെ ആവശ്യമില്ല. പക്ഷെ അബദിന്റെ മുന്നിൽ അള്ളാഹു താല റെക്കോർഡ് കാണിക്കും. എന്തിന്? അള്ളാഹു താല നീതിമാനാണ്. അബദിന് തന്നെ ബോധ്യപ്പെടണം, ഞാൻ ഈ ശിക്ഷക്ക് അർഹനാണ്. അള്ളാഹു കാക്കട്ടെ, മനസ്സ് തുറക്കുക, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയാണ്. അതുകൊണ്ടല്ല സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങളോട് പറഞ്ഞല്ലോ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ രണ്ടും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഒന്ന്, ഞാൻ ചെയ്തിട്ടുള്ള, നീ എനിക്ക് ചെയ്ത നിഅമത്തും ഞാൻ അംഗീകരിക്കുന്നു. ആ നിഅമത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ നിനക്ക് എതിരായതും ഞാൻ അംഗീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തവനാ. നിഅമത്ത് അള്ളാഹുവിൻ്റെത് മാത്രമാണ്. നമ്മൾ ആ നിഅമത്ത് ഉപയോഗപ്പെടുത്തിയാണ് അള്ളാഹ്ക്ക് എതിരായത്. അപ്പോൾ നമ്മൾ നമ്മുടേത് കൊണ്ടല്ല സത്യത്തിൽ കളിച്ചത്, ആരുടേത് കൊണ്ടാണ്? അവിടെയാ പ്രശ്നം. മനസ്സിലായില്ല? നിങ്ങൾ അധ്വാനിച്ചത് കൊണ്ടില്ല ലാഭം കൊണ്ട് നിങ്ങൾ കളിക്കുന്നതും വേറൊരാൾ അധ്വാനിച്ചത് കൊണ്ട് നിങ്ങൾ കളിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു നിലക്ക് പറയാം, ഒന്നാമത്തിൽ ഒരു ന്യായം പറയാം. അതിന്റെ അധ്വാനം അയാളുടേതല്ലേ, അതിന്റെ അനുഭവിച്ചതും അയാൾ തന്നെ അല്ലേ, കളിച്ചതും അയാൾ തന്നെ അല്ലേ. അത് അവിടേക്ക് ചേർത്ത് വെച്ചിട്ട് അതൊരു ഈസിയാക്കി വിടാം. കാരണം ഇതിന്റെ യഥാർത്ഥ അർഹതയും അയാൾക്കല്ലേ. ഇതങ്ങനെയല്ല, ഇത് വേറൊരാൾ തന്നതോട് കളിച്ചതാണ്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് തന്നു, അതിൽ കാഴ്ചശക്തി നൽകിയത് അള്ളാഹുവാണ്. എന്നാൽ ഈ കണ്ണുകൊണ്ട് തോന്നിയാസത്തിലേക്ക് നോക്കിയത് നമ്മളാണ്. ആ നമ്മൾ ഈ തോന്നിയാസത്തിലേക്ക് നോക്കുമ്പോഴും ഈ കണ്ണിലേക്കുള്ള കാഴ്ചശക്തി നൽകിക്കൊണ്ടേയിരിക്കുന്നവനാണ് ആര്? അള്ളാഹു. പിടിക്കാനുള്ള കരുത്ത് നൽകിയത് അള്ളാഹുവാണ്. ആ കൈ കൊണ്ടാണ് നമ്മൾ ഹറാമായത് പിടിച്ചത്. നടക്കാനുള്ള കാര് തന്നതും കരുത്ത് നൽകുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ടാണ് നാം ഹറാമിലേക്ക് നടന്നത്. ചിന്തിക്കാനുള്ള മസ്തിഷ്കം നൽകിയത് അള്ളാഹുവാണ്. അതിന്റെ ശക്തിയും ചൈതന്യവും നൽകിയത് അള്ളാഹുവാണ്. എന്നിട്ടാണ് അള്ളാഹുവിന്റെ വിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചത്. വളരെ ചിന്തിക്കണം നമ്മൾ. നമ്മുടേതായി ഒന്നുമില്ല, നമുക്ക് മൂലധനം തന്നെയല്ല, ഒന്നുമില്ല. ലാ വുജൂദാണ് നമ്മുടെ മൂലധനം. നമ്മുടെ വുജൂദ് അള്ളാന്റെ ജൂദാണ്. നമ്മുടെ വുജൂദ് അള്ളാന്റെ ജൂദാണ്. നമ്മുടെ വുജൂദ് ഉണ്മ, നമ്മുടെ വുജൂദ്, നമ്മൾ ഉണ്ടായത്, നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടായത്, അതാണ് നമ്മുടെ വുജൂദ്. അത് അള്ളാഹുവിന്റെ ജൂദാണ്. മനസ്സിലായില്ല? നമ്മളെ വുജൂദ് അള്ളാഹുവിന്റെ ജൂദാണ്. ജൂദ് ധർമ്മം, അള്ളാഹ് ധർമ്മം തന്നതാണ്. നമുക്കൊന്നുമില്ല. നമ്മുടെ വുജൂദ് അള്ളാഹുവിന്റെ ജൂദാണ്. ജൂദ് ധർമ്മം, വുജൂദ് ഉണ്ടാകൽ. നമ്മളെ വുജൂദിലെ വാവണ് വെട്ടിയാൽ എന്തായി? ജൂദായി. വുജൂദിലെ വാവ് വെട്ടിയ ജൂദായി. നമുക്ക് വുജൂദ് ഉണ്ടായത് അള്ളാഹുവിന്റെ ജൂദ് കൊണ്ടാണ്. അള്ളാഹ് ധർമ്മം തന്നതാണ്. അള്ളാഹിന്റെ ദാനാണ്, അള്ളാഹിന്റെ ധർമ്മാണ്. നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെ മൂലധനം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒന്നുമില്ല. നമ്മളെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ അബ്ദ്, ഇങ്ങനെയുള്ള ഒരു അബ്ദ്
ഇങ്ങനെയുള്ളൊരു അബ്ദ്, ആ അബ്ദിനെ അള്ളാഹു തആല ശിക്ഷ, അബ്ദ് കളിച്ചത് ആരെ കൊണ്ടാണ്? അള്ളാഹിനെ കൊണ്ടാണ്. അള്ളാഹു തന്നത് കൊണ്ടാണ് എല്ലാം. ഇപ്പൊ ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ട്, ആ പൈസ തോന്നിയതുപോലെ ചെലവഴിക്കാൻ അർഹതല്ല. കാരണം അള്ളാഹ് തന്നതാണ്. അയാളുടെ കയ്യിൽ ഒന്നുമില്ല, അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അധ്വാനിച്ചുണ്ടാവൂല, അധ്വാനിച്ച പൈസ ഉണ്ടാവും? അധ്വാനിച്ച പൈസ ഉണ്ടാവുമോ? അധ്വാനിച്ച പൈസ ഉണ്ടാവുമോ? അതൊന്ന് പറയും മനുഷ്യന്മാരെ. അധ്വാനിച്ച പൈസ ഉണ്ടാവുമോ? ഏയ്, അധ്വാനിക്കാതെ പൈസ ഉണ്ടാവാതിരിക്കുവോ? ഏയ്, നിങ്ങളൊന്ന് കാര്യം പറയും മനുഷ്യന്മാരെ. അധ്വാനിച്ച പൈസ ഉണ്ടാവുമോ? അധ്വാനിച്ച പൈസ ഉണ്ടാവുമെങ്കിൽ ഏറ്റവും വലിയ മുതലാളിയാകേണ്ടത് ഹോട്ടൽ തൊഴിലാളിയാണ്. 6 മണിക്ക് ചായ കൊടുക്കാൻ തുടങ്ങുമെങ്കിൽ 5 മണിക്കും പാത്രം ഓടണം. 12 മണിക്ക് ഹോട്ടൽ അടക്കുമെങ്കിൽ 2 മണി വരെ പാത്രം കഴുകണം. അപ്പോൾ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് ഹോട്ടലിൽ പാത്രം കഴുകണവനാ. ഏറ്റവും കുറഞ്ഞ ശമ്പളം അവൻ തന്നെയാ. തിരിഞ്ഞില്ല പറയും മനുഷ്യന്മാരെ. ഒരു നാട്ടിലെ ഒരു ഹോട്ടലിൽ പ്ലേറ്റ് മോറണവനാണ് എന്ത് ഏറ്റവും താഴെ. എന്നാ ഞാൻ ഹോട്ടൽ മുതലാളിയോ? ഹോട്ടൽ മുതലാളി 11 മണിക്ക് 12 മണിക്ക് ഒന്നിങ്ങനെ കിച്ചണിൽ കൂടെ കയറി ഇവിടെ അങ്ങനെ ഇറങ്ങി മാനേജറിനെ കണ്ട് ഇന്നലത്തെ ബില്ലൊന്ന് നോക്കി, ഇന്നലത്തെ ലാബ് നോക്കി, ബാങ്കിൽ അടച്ച് നോക്കി, ഓൻ പോയി. ഓനെ 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തീർന്ന്. അപ്പോഴേ തന്നെ ഹോട്ടലിൽ ഒന്നൊക്കെ പറിച്ച് ആ വറ ഒലിക്ക് നാളെ വെച്ചവണ വരെ ഉണ്ടാവും. അപ്പോഴത്തേനും ആൾ പിന്നെയും വരും. പൈസ മുഴുവൻ ഇയാൾക്ക്, വറക്കലൊക്കെ ഒലിക്ക്, പണി ഒലിക്ക്, പൈസ. എത്ര ബുദ്ധിമാന്മാരുണ്ട്, ജീവിതം വഴിമുട്ടി കിടക്കും. എത്ര ജാഹിലീങ്ങളുണ്ട്, അവരെ നീ എപ്പോഴും റിസ്ക് ലഭിക്കുന്നവനായി കണ്ടെത്തുകയും ചെയ്യും. ഭയങ്കര വിവരസ്ഥൻ, ജീവിതം വഴിമുട്ടി കിടക്കും, ഒരു വിവരമില്ലാത്ത ആള്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി ഇന്ത്യ കുട്ടിക്കാലത്ത് 900 എന്ന് പേരുള്ളൊരു മമ്മാക്കായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ മൂത്തേടം പഞ്ചായത്തിലെ ഏറ്റവും വലിയ മുതലാളി 900 മമ്മാക്കായിരുന്നു ഇന്ത്യ കുട്ടിക്കാലത്ത്. അയാളാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യം ലോറി വാങ്ങിയത്. ഇതൊക്കെ മലമാർക്ക് വലിയ ഭൂസ്വത്തും വലിയ ഇഷ്ടം പോലെ ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ 900 എന്ന് പറയാനുള്ള കാരണം 1000 ആണോ 900 ആണോ മമ്മാക്കിയെ വേണ്ടത് എന്ന് വെച്ച്. അപ്പൊ മമ്മാക്ക് ഇങ്ങനെ ആലോചിച്ച് 900 ആണോ വേണ്ടത് ആണോ മനസ്സിലായില്ല. മൂപ്പര് വിചാരിച്ച് 1000-ത്തിനേക്കാളും വലിയത് 900 എന്നാണ്. മനസ്സിലായില്ല. അതുകൊണ്ട് മൂപ്പര മരം വരെ ജനങ്ങളും മൂപ്പരെ 900 മമ്മാക്കാന്ന് വിളിച്ചു വന്നിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ബുദ്ധിമാന്മാർ. എന്നിട്ട് പോലെ പട്ടിണി നടക്കും. മനസ്സിലായില്ല. ഈ മൂപ്പരെ 900 മമ്മാക്കാന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരൊക്കെ പട്ടിണി നടക്കും. മൂപ്പരോ 900 ആണ്, പക്ഷെ മൂപ്പര് മുതലാളിയാ. അപ്പോൾ പിന്നെ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? അധ്വാനല്ല, തഖ്ദീർ. ഖുതിലൽ ഇൻസാനു മാ അക്ബറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ശുക്ലബിന്ദുവിൽ നിന്ന് പടച്ചിട്ട് അള്ളാഹു തഖ്ദീർ നൽകി. ഇവൻ ഇങ്ങനെയൊക്കെ ആവണം, ഇവൻ ഇത്രയൊക്കെ കിട്ടണം. അങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ലഭിക്കലിന്റെ അടിസ്ഥാനം എന്താ? തഖ്ദീർ. ഹദല്ലദീ തറകൽ ഔഹാമ ഹൈറതൻ വസയ്യറൽ ആലിമൻ നഹരീറ സിന്ദീഖാ. എത്ര പണ്ഡിതന്മാർ നിരീശ്വരവാദികളായിട്ടുണ്ട്. കാരണം പഠിക്കാത്തവൻ വല്യവനായി നടക്കുന്നു, പഠിച്ചവൻ ഒന്നുമല്ലാതെ ഗഡിമുട്ടി കിടക്കുന്നു. ഈ രംഗത്ത് പല പണ്ഡിതന്മാരും നിരീശ്വരവാദികളായി പോയിട്ടുണ്ട്. കാരണം അവർക്ക് ഇവിടെ പിടുത്തം കിട്ടിയില്ല. അതല്ലതി തറക്കൽ ഔഹാമ ഹാഇറതൻ. എത്രയോ ബുദ്ധികൾ ഇവിടെ പരിഭ്രമിച്ചു പോയിട്ടുണ്ട്. വസയ്യറൽ ആലിമൻ നഹരീർ. വെല്ലുവിളിച്ച് വാദപ്രതിവാദം നടത്തുന്ന മൈതാനിയിൽ നിപുണന്മാരായി നിലകൊണ്ടിരുന്ന എത്ര പണ്ഡിതന്മാരെയാണ് ഈ ഒരു കാര്യം സിന്ദീഖൻ നിരീശ്വരവാദിയാക്കിയത്. വസയ്യറൽ ആലിമൻ നഹരീറ സിന്ദീഖൻ.
നിപുണന്മാരായ പല പണ്ഡിതന്മാരും ചരിത്രത്തിൽ നിരീശ്വരവാദിയായി പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇതൊക്കെ പഠിച്ചിട്ടും ഒരു ഉറപ്പില്ല, ഒന്നും പഠിക്കാത്തവൻ. എന്നാൽ IAS ഓഫീസർമാരാണ് ഇവരെ പിന്നാലെ സല്യൂട്ട് അടിച്ച് നടക്കുക. ഇവർക്ക് എല്ലാ വിവരം ഉണ്ടാവും, എന്നാലും മനസ്സിലായില്ല. അങ്ങനെയാണ്. മന്ത്രിക്കോ ഒരു വിവരം ഉണ്ടാവില്ല, എല്ലാം ഉണ്ടാവും. IAS ഓഫീസർക്ക് എല്ലാ വിവരം ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ ഒരു കാരണക്കാരൻ ഗോർബച്ചേവാണ്. 1990 ലോകം മാറിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ചിന്ത അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇന്നത്തെ ലോകക്രമത്തിന്റെ ശില്പി ഗോർബച്ചേവാണ്. അയാളെപ്പോലെ വിവരമില്ലാത്ത ഒരാൾ റഷ്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും വിവരമില്ലാത്ത മനുഷ്യനാണ് ഗോർബച്ചേവ്. ഒന്നും ABCDFG എന്ന് പറഞ്ഞാൽ ബഡി എന്നറിയാൾ, ഇംഗ്ലീഷിന്റെ അക്ഷരമാല പോലും അറിയാത്ത ആളാണ് ഗോർബച്ചേവ്. ഒരു വിവരമല്ല. ഇന്നത്തെ ലോകക്രമം മാറ്റിയത് ഗോർബച്ചേവാണ്. എല്ലാം ഗോർബച്ചേവ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, നിങ്ങൾക്കറിയാലോ. പക്ഷെ കമ്മ്യൂണിസം നശിച്ചത് ലോകത്തിന്റെ ഇന്ന് യമനിലേക്ക് സൗദി കയറിയതും ഇവിടെ ഇന്ന് കാണുന്ന ഈ മിഡിൽ ഈസ്റ്റിലെ അശാന്തമായ സാഹചര്യങ്ങളും ഇതിനെല്ലാം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ തകർച്ചയുമായി ഭയങ്കര ബന്ധമുണ്ട്. കമ്മ്യൂണിസ്റ്റ് റഷ്യ തകരാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെങ്കിലും കമ്മ്യൂണിസം തകരാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് തകരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ തന്നെയാണ്. അത് നിങ്ങൾക്ക് എന്നെ പറ്റി എമ്പാടും അറിയാലോ. പക്ഷേ കമ്മ്യൂണിസത്തിന് പകരം ഒരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ലോകത്ത് ഇല്ലാതെയാണ് കമ്മ്യൂണിസം പിരിഞ്ഞുപോയത്. അതിന് കാരണം ഗോർബച്ചേവാണ്. ഗോർബച്ചേവിന് കാരണം ജൂതായിസമാണ്. അയാൾ അസ്ലി ജൂതനാണ്. ആര്? ഗോർബച്ചേവാണ്. ഞാൻ ഒന്നും പറയല്ല. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിവരമില്ലാത്ത മനുഷ്യനാണ് ഈ ക്രമത്തിനെ ഒക്കെ മാറ്റിയത്. എന്തുകൊണ്ട്? തഖ്ദീറാണ്. അടിസ്ഥാനം തഖ്ദീറാണ്. തഖ്ദീറാകുമ്പോൾ മുഖദ്ദിർ വേണം. മുഖദ്ദിർ ആരാ? അല്ലേ? അപ്പോൾ പണ്ഡിതന് പാണ്ഡിത്യത്തിന്, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ? കടലാസല്ല, നബാണ്. നബ എന്നാൽ ഉറവയാണ്. എന്താണ് ഈ വിവരം? വിവരം ഒരു ഉറവയാണ്. ഉറവ എന്ന് പറഞ്ഞാൽ ഒറ്റക്കെടുക്കുകയാണ്. അപ്പോൾ ഒരാൾ കൊടുക്കുകയാണ്. അപ്പോൾ ആളാരാ? മുഖദ്ദിറ, അല്ലാണ്. കടലാസിൽ വായിച്ചോ പൊട്ടനാ, കടലാസില്ലോ ഇല്ലാത്ത പറഞ്ഞോ ബുദ്ധിമാനാ. പിന്നെ അത് കടലാസിൽ എഴുതി വെക്കും. എന്നിട്ട് ഒരു പൊട്ടന്മാരാവും. പിന്നെയും കടലാസിൽ ഇല്ലാത്തത് പറയും ഓം ബുദ്ധിമാനോ. നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളിവിടെ ഉണ്ടാ? നിങ്ങളിവിടെ ഹാജറുണ്ടോ? നിങ്ങളിവിടെ ഹാജറുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കടലാസിലുള്ളത് പറഞ്ഞവൻ വിഡ്ഢിയായ പണ്ഡിതനാണ്. കടലാസിൽ ഇല്ലാത്തത് പറഞ്ഞവനാണ് ബുദ്ധിമാൻ. എന്നിട്ട് ജനങ്ങൾ അത് കടലാസിൽ എഴുതി വെക്കും. മുമ്പൊരു കടലാസിലും എഴുതാത്തതാണ് വസ്സാലി പറഞ്ഞത്. അതുകൊണ്ടാണ് വസ്സാലി ലോകം കണ്ട പരിഷ്കർത്താവായത്. കടലാസിൽ എഴുതിയ ചവറ് പിന്നെയും പറഞ്ഞാൽ വസ്സാലി ആരുമല്ല. അപ്പോൾ യഥാർത്ഥ പണ്ഡിതന്മാർ എന്നാൽ കടലാസിൽ ഇല്ലാത്തത് പറയുന്നവരാണ്. 6000 ചില്ലാനം വരികളെ ഖുർആൻ ഉള്ളൂ. 6000 ചില്ലാനം വരിയല്ല, അതിന്റെ ഉള്ളു പറഞ്ഞവനാണ് യഥാർത്ഥ ആഖിൽ. അതിനറ്റമല്ല. ഖുല്ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബിന, എന്റെ വചനങ്ങൾക്ക് മഷി വന്നാൽ ഖുല്ലൗ കാനൽ ഖുല്ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി, എന്റെ വചനങ്ങളല്ല, വചനങ്ങൾക്ക്. വചനങ്ങൾ 6000 ചില്ലാനെ ഇറക്കിയിട്ടുള്ളൂ. വചനങ്ങൾക്ക് അപ്പൊ എന്താണത്? വ്യാഖ്യാനം. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ. വചനങ്ങളോ പരിമിതം, വചനങ്ങൾക്കോ പരിമിതമല്ല. വചനങ്ങളോ എഴുതപ്പെട്ടത്, വചനങ്ങൾക്കോ എഴുതപ്പെട്ടിട്ടില്ല. ആക്കൽ പറയും. അപ്പോൾ ആരാ ആക്കലിന് കൊടുത്തത്? മുഖദ്ദിർ. അപ്പൊ ആരുടെ കയ്യിലും ഒന്നുമില്ല, കൊടുക്കണോനാരാ? അല്ലേ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായോ?
മുഖദ്ദിറ. അതുകൊണ്ട് ഒരാൾക്ക് എന്തിനു പറയാം, എന്ത് പറ്റൂല, ഒരു വയലിന് പൈസ പറയാൻ പറ്റൂല. കാരണം ഇയാളെ കയ്യിൽ ഒന്നുമില്ല, പറയാം. ഓൻ്റെ കയ്യിൽ അപ്പുറമൊന്നും ഇല്ലെങ്കിൽ പറയാം, ഓൻ പഠിച്ചുണ്ടാക്കിയതാണെങ്കിൽ പറയാം. അങ്ങനെയല്ല, ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു ആലിം വയലിന് പൈസ പറഞ്ഞാൽ ആ വാലിം മോശപ്പെട്ട ആലിമാണ്. ലോകം കണ്ട എല്ലാ അമ്പിയാക്കളും പറഞ്ഞത് ലോകത്ത് വയല് പറഞ്ഞ എല്ലാ നബിമാരും പറഞ്ഞത് എനിക്ക് കൂലി തരേണ്ടത് നാട്ടുകാരല്ല, എനിക്ക് കൂലി തരേണ്ടത് അള്ളയാണ്. നൂഹ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ശമ്പളം ചോദിക്കൂല, കൂലി ചോദിക്കൂല. കൂലി എന്റേതാരാ? അല്ല. കാരണം എനിക്കിത് നൽകിയതാരാ? ഇതൊന്നും എന്റേതല്ല, ഇതാരുടേതാ? അല്ല. അപ്പോൾ ഒന്നും മനുഷ്യൻ്റെതായില്ല. അപ്പോൾ നിഅമത്തുകൾ മുഴുവനും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. ദമ്പ് ചെയ്തത് മനുഷ്യനുമാണ്, അനുഭവിച്ചത് മനുഷ്യനാണ്. മൂല്യർക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ലാഭമുണ്ട്. എന്തുകൊണ്ട്? ഇൽമ് അള്ളാൻ്റെതാണ്. പക്ഷെ ഇൽമ് പറയാൻ വേണ്ടി ചെന്നപ്പോൾ കോഴിയിറച്ചിയും ചോറും തിന്ന്. ആര്? മനസ്സിലായില്ലല്ലോ. മൂല്യർക്ക് കോഴിയിറച്ചിയും ചോറും ആര് തന്ന്? നാട്ടിൽ തന്ന്. അത് ഇൽമല്ല തിന്നത്, പറച്ചോനെ, അത് ഇൽമല്ല തിന്നത്, മൂല്യരാണ്. അപ്പോൾ മൂല്യർക്ക് തിമ്മൽ. ഇൽമ ആരുടേതാണ്? ഇൽമ അള്ളാൻ്റെതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന്റെ മഹത്വം ആർക്കെന്നെയാണ്? അള്ളാഹ് തന്നെയാണ്. പക്ഷെ കോഴി ആർക്കല്ല? അള്ളാഹ്ക്കല്ല, അത് മൂല്യർക്കാണ്. അപ്പൊ മൂല്യർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ തന്നെ ഒന്നാമത്തെ തീറ്റ തന്നെ ലാഭ. കാരണം ഇതുമ്മൽ മൂപ്പർക്ക് ഒരു ചെലവഴിക്കലുമില്ല, ഒക്കെ ആരുടേതാ? അള്ളാൻ്റെതാ. നിങ്ങളിവിടെ ഉണ്ടാ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? അല്ല, നിങ്ങൾ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് ഒരു നിഅമത്തിന്റെയും ഉടമക്കാരൻ ആരല്ല? മനുഷ്യനല്ല. ആരാണ്? അല്ലാഹു. അപ്പോൾ പിന്നെ അള്ളാഹ്ക്ക് എതിരായി ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്താലും മനുഷ്യൻ അക്രമിയാവും. അള്ളാഹ് പറഞ്ഞതിന്റെ അപ്പുറം എന്ത് ചെയ്താലും മനുഷ്യൻ അക്രമിയാണ്. മനുഷ്യൻ അന്ത്യനാളായാൽ അള്ളാന്റെ ചിന്തയിലല്ലാതെ മസ്തിഷ്കത്തെയും നാവിനെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഖേദിക്കാത്ത ഒരു സമയവും 50,000 വർഷം ഉണ്ടാകൂല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന് ഭയങ്കര ഖേദമുണ്ടാവും ഖിയാമത്ത് നാളിൽ. യതഹസ്സറു ബിൻ ആദമ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മാമിൻ സഅത്തിൻ തമുറു ബി ആദമ ലാ യദ്കുറുല്ലാഹ ഫിഹാ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. പുണ്യ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാമിൻ സഅ, ഒരു സമയവുമില്ല, തമുറു ബി ഇബ്നി ആദമ, മനുഷ്യനിൽ കഴിഞ്ഞു കിടക്കുന്ന ഒരു സമയവുമില്ല, ലാ യദ്കുറുല്ലാഹ ഫിഹാ, അല്ലാഹുവിന്റെ ദിക്റിൽ അല്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു സമയവും ഉണ്ടാവൂല, ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ, ആ സമയത്തിന്റെ മേൽ അന്ത്യനാളിൽ അവൻ ഖേദിച്ചിട്ടല്ലാതെ. കാരണം സമയം കൊടുത്തത് ആരാ? അള്ളയാണ്. മനസ്സിലായോ? ചിന്തിക്കാനുള്ള മസ്തിഷ്കവും പറയാനുള്ള നാവ് കൊടുത്തതും ആരാണ്? അള്ളയാണ്. അപ്പോൾ ഈ സമയം ചെലവഴിക്കേണ്ടത് ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അല്ലാതെ ചെലവഴിച്ചാൽ എന്തുണ്ടാവും? ഖേദമുണ്ടാവും, ഉറപ്പ്. കാരണം ഈ സമയം തന്നത് ആരിൽ ചെലവഴിക്കാനാണ്? അള്ളാഹു. മസ്തിഷ്കം തന്നത് ആരെപ്പറ്റി ചിന്തിക്കാനാ? അള്ളാഹു. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ അവൻ അവന്റെ കാര്യം മാത്രമാണ് ചിന്തിച്ചത്. അവൻ എന്തായാലും അള്ളാന്റെ കാര്യം ചിന്തിച്ചതന്നെയല്ല, അവന്റെ ചിന്ത മുഴുവനും ആരിലാണ്? അവന്റെ കാര്യത്തിലാണ്. അവൻ സ്വന്തം കാര്യം പറയാൻ ഒരുമിച്ച് കൂടിയ ഒരു ജനങ്ങൾ ദിക്റില്ലാതെ എണീറ്റ് നിന്നാൽ അവരൊരു കഴുതയുടെ മാംസം തിന്ന് എണീറ്റവരെ പോലെയാണ് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. ഒരു കഴുത മാംസം തിന്നാൻ ഒരുമിച്ച് കൂടിയിട്ട് കഴുത മാംസം തിന്ന് എണീറ്റ വൃത്തികെട്ടവരെ പോലെയാകും ഈ മനുഷ്യർ. ആര്? ഒരു ജനം, മാമിൻ ഖൗമിൻ, ഒരു ജനത, അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. എന്നിട്ടോ ഹബീബായ നബി പറയാ സ്വല്ലല്ലാഹു, ഒരു ജനത, ഒരു സ്ഥലത്ത്, ഒരു സംഘം ആളുകൾ, ഒരു വ്യക്തി, 2 വ്യക്തി, 4 വ്യക്തി, ഒരു ഖൗമ്. മാമിൻ ഖൗമിൻ യഖൂമൂന മിൻ മജ്ലിസിൻ ലാ യദ്കുറൂന അല്ലാഹ ഫീഹി, ഒരു മജ്ലിസിൽ ഒരു സംഘം ആളുകൾ ഇരുന്ന് ആ മജ്ലിസിൽ അവർ എന്ത് ചെയ്യുന്നില്ല? അള്ളാന്റെ ദിക്റയില്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ മാത്രമല്ല, അവരെ ചിന്തയിലോ വർത്താനത്തിലോ ആര് വന്നില്ല? അള്ളാന്റെ മഹത്വം വന്നില്ല എങ്കിൽ ഇല്ലാ ഖാമു അൻ മിഥ്ലി ജീവത് ഹിമാരിൻ, അവരൊരു കഴുതയുടെ മാംസം നിന്ന് എണീറ്റവരെ പോലെയാണ്. വകാന അലൈഹിം ഹസ്റ, ആ മജ്ലിസ് അവർക്ക് അന്ത്യനാളിൽ ഖേദമായിരിക്കും. കാരണം ഈ ഇരുത്തത്തിന് കഴിവ് കൊടുത്തത് ആരാ?
അള്ളാഹു. ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയതാരാ? അള്ളാഹു. അപ്പോൾ ഈ മജ്ലിസിൽ ആരെ പറ്റി പറയണം? അള്ളാഹിനെ പറ്റി പറയണം, അല്ലെങ്കിൽ അള്ളാഹിന്റെ ഹബീബിന് സ്വലാത്തിൽ. അതുകൊണ്ടാണ് ഒരു മജ്ലിസിന്റെ കഫാറത്താണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. പറ മജ്ലിസിന്റെ കഫാറത്ത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാതെ ഒരു മജ്ലിസ് നടത്തിയാൽ ആ മജ്ലിസ് ദോഷാണ്. ആ മജ്ലിസിന്റെ കഫാറത്താണ് എന്ത്? മജ്ലിസിന് ഒരു കഫാറത്തുണ്ട്. ഒരു മജ്ലിസിൽ ഇപ്പം നമ്മൾ 4 ആൾ കച്ചവടത്തിന് ഒരുമിച്ച് കൂടി, എന്നാലും അവിടെ എണീറ്റ് മുമ്പ് ആർക്കൊരു ദിക്ർ പറയണം? അള്ളാഹ്. കാരണം ഈ മജ്ലിസിന്റെ ആളാരാ? അള്ളയാണ്. എന്നിട്ട് നമ്മളെ കാര്യം മാത്രം പറഞ്ഞു വിരിയാൻ പാടില്ല. സത്യത്തിൽ അവിടെ നമ്മൾ മോശം ഒന്നും പറഞ്ഞിട്ടില്ല, വ്യഭിചാരത്തിനെ പറ്റി പറഞ്ഞു കൂടിയതല്ല. നമ്മളൊരു 10 സെന്റ് ഭൂമി വിൽക്കാനും വാങ്ങാനും കൂടിയതാ. ഏറ്റവും ചുരുങ്ങിയത് ഇൻഷാ അള്ളാഹ്, അള്ളാഹ് വിചാരിച്ചാൽ ഞാൻ നിനക്കത് തരും, അള്ളാഹ് വിചാരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പൈസയും തരും എന്നെങ്കിലും ഇവിടെ ആരെ പറ്റി പറയണം? അതാണ് പറ്റി പറയണം. അത് മുഅ്മിനായ മനുഷ്യരെ പറയണം. ഇല്ലെങ്കിൽ അവര് കഴുതമാംസം തിന്നാൻ വേണ്ടി കൂടിയവരെ പോലെയാണ്. കഴുതമാംസം, ഹറാമായ കഴുതമാംസം തിന്ന് എണീറ്റവരെ പോലെയാണ്. ഇല്ലാ തഹസ്റ അലൈഹിം യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഈ മജ്ലിസ് അവർക്ക് ഖേദാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അബൂദാവൂദും ഹാക്കിമും എല്ലാം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് ഇൻഷാ അഅദബഹും, അള്ളാഹു വേണമെന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കാം. ഇൻഷാ ഗഫറലഹും, വേണമെന്ന് വെച്ചാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കാം. അള്ളാഹു എന്തും ചെയ്യാം. ചിലപ്പോൾ ലം യദ്കുറുല്ലാഹ ഫീ, അള്ളാഹു അവർ ദിക്റും ചൊല്ലില്ല. വലം യുസല്ലു അലാ നബിയിഹിം, നബിക്കോട്ട് സലാത്തും പറഞ്ഞില്ല. എന്നാൽ അന്ത്യനാളിൽ അത് അവർക്ക് ഖേദമാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കാരണം ഈ നിഅമത്തുകളൊക്കെ ചെയ്തതാരാ? അള്ളാഹു. ചിന്തിക്കണം, ഇതെല്ലാം അള്ളാന്റെതല്ലേ? എല്ലാം അള്ളാന്റെതല്ലേ? എല്ലാം അള്ളാഹുവിൻ്റെതല്ലേ? എന്തോ നമ്മളൊന്ന് ആലോചിക്ക്, എന്തൊക്കെയാണെന്ന് അള്ളാഹു നമുക്ക് ചെയ്തു തന്നത്. ഭാര്യ നമ്മൾ കാണാൻ വേണ്ടി, അപ്പൊ നമുക്കൊരു വില മനസ്സിലാവുന്നത് ഗൾഫിൽ നിന്ന് 2 കൊല്ലം കഴിഞ്ഞ യുദ്ധം പ്രതിയാണ്. അവന്റെ ഭാര്യ അവന്റെ കുട്ടികളെ കാണുന്ന സമയത്തൊരു സന്തോഷം എത്രയാണ്? ഭാര്യയും കുട്ടിയും കാണുന്ന സമയത്തൊരു സന്തോഷം എത്രയാണ്? ഇപ്പോൾ ഈ സന്തോഷം അവന് കൊടുത്തത് ആരാ? അള്ളയല്ലേ? അപ്പോൾ ആദ്യം പറയേണ്ടത് എന്താ? അൽഹംദുലില്ലാ എന്നല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇനി അതിനെല്ലാം പുറമെ ഭാര്യ മക്കൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ലല്ലോ. ഇവരെ കണ്ടാസ്വദിക്കൽ വലിയ സംഗതിയല്ലേ? ഈ കണ്ടാസ്വദിക്കാനുള്ള കണ്ണു കൊടുത്തത് ആരാ? അല്ലല്ലേ? ഇല്ലെങ്കിൽ കണ്ണില്ലെങ്കിലോ എന്ത് ചെയ്യും? പഠിച്ചോനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. ഒരു കുടുംബം 2 ഇണകളെ പരസ്പരം യോജിപ്പിച്ചത് അള്ളയല്ലേ? മക്കളെ നൽകിയത് അള്ളയല്ലേ? ഭയപ്പെടുന്ന മക്കളാക്കി കൊടുത്തത് അള്ളയല്ലേ? ഒക്കെ അള്ളയല്ലേ? അള്ളാഹു വിചാരിച്ചാലല്ലേ ഇതെന്നൊക്കെ നടക്കുള്ളൂ. അപ്പൊ എല്ലാത്തിൻ്റെയും ആളാരാ? അള്ളയല്ലേ? ഒരു വ്യഭിചാരവും കള്ളുടി ഒന്നും ഇല്ലെങ്കിൽ തന്നെ മനുഷ്യൻ കുറ്റക്കാരവും. ഇതൊക്കെ നൽകിയവന് ആ സംഗതി അവന്റെ ഓർമ്മയിലല്ലാതെ കഴിഞ്ഞു പോയാല് എന്നാ തന്നെ. എന്നാണ് ഇപ്പം ഈ മജ്ലിസിൽ അവര് വ്യഭിചാരത്തെ പറ്റി പറഞ്ഞോന്നോ കള്ളുടിച്ചോന്നോ പറഞ്ഞോ? പറയാൻ കുട്ടിയെ ഉണ്ടോ? ഇല്ല. പക്ഷെ അവരെ കാര്യം പറയാൻ വേണ്ടി കൂടി. നമ്മൾ 10 സെന്റ് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അത് നമുക്ക് വിൽക്കണം എന്ന് പറഞ്ഞ് കൂടി. ആ സംസാരത്തിൽ അവരാരെ പറ്റി പറഞ്ഞില്ല. അതിനെ പറ്റി പറയാതെ എണീറ്റാൽ കഴുതമാംസം തിന്ന് എണീറ്റവരെ പോലെയാണ്. ആ മജ്ലിസ് അവർക്ക് അന്ത്യനാളിൽ ഖേദവുമാണ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. കാരണം ഈ കഴിവൊക്കെ നൽകിയത് ആരാ? അള്ളയാണ്. മനുഷ്യന്റെ കയ്യിലൊന്നുമില്ല. അതാണ് അപ്പൊ ഏത് ചിന്തയിലും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ലാഭം കിട്ടട്ടെ, അവന് നഷ്ടം കിട്ടട്ടെ. മലക്കുകളെ പോലെ ആകണം മനുഷ്യൻ. മലക്കുകൾക്ക് ലാഭമല്ല നഷ്ടമല്ല. പക്ഷെ അവർ എന്തിലുണ്ട്? ഖൽഖിന്റെ തഖ്ദീസ്. മലക്കുകളുണ്ട്. മലക്കുകൾ എന്നാണ് അടിമാളാ. ലാഭമുണ്ടോ? നഷ്ടമുണ്ടോ? ഇല്ല. ലാഭമല്ല നഷ്ടമല്ല. ലാഭമല്ല നഷ്ടമല്ല. ലാഭവുമില്ല നഷ്ടവുമില്ല. ആർക്ക്? മലക്കുകൾക്ക്. ലാഭമില്ല നഷ്ടമില്ല. എന്നാലോ പണിയോ? ദിക്റല്ലാത്തൊരു പണികൾക്കില്ല. ഷാക്കിരിങ്ങളാ. എന്തിന്റെ മേൽ? എന്തിന്റെ മേൽ? സ്വർഗം തരുന്നതിന്റെ മേലല്ല. സ്വർഗുൽക്കില്ലല്ലോ. നരകത്തിനെ പിടിച്ചല്ല. നരകുൽക്കില്ലല്ലോ. പിന്നെയോ ഖൽഖിന്റെ പേര്. അള്ളാഹുവിനെ പടച്ചല്ലോ. അതുകൊണ്ട് അവരെ ഇബാദും മുക്റമൂൻ, ബഹുമാനികളായ ദാസന്മാർ എന്ന് അള്ളാഹ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇബാദു മുക്റമൂനാണ്, ബഹുമാനികളായ ദാസൻ. അവർക്ക് ഒരു ലാഭ പ്രതീക്ഷയില്ല. അവർ ഷാക്കിരീങ്ങളാണ്. അള്ളാഹ് അവരെ പടച്ചതിന്റെ പേരിൽ. ഇതന്നെ മുഅ്മിൻ. മുഅ്മിനെ ബശരീയത്തിൽ നിന്ന് മലക്കിയത്തിലെത്തിയാൽ പൊസിഷനായി. ബശരീയത്തിൽ നിന്ന് മനുഷ്യൻ മലക്കിയത്തിലെത്തിയ മനുഷ്യനായി. ബശരീയത്ത് എന്ന് പറഞ്ഞാൽ ലാഭപ്രതീക്ഷ.
മലക്കിയത്തോ ലാഭപ്രതീക്ഷയല്ല, പിന്നെ പേടിയില്ല, ലാഭമല്ല നഷ്ടമല്ല. അതാണ് മലക്കിയത്ത്. സ്വർഗത്തിന് പേടി ആഗ്രഹമല്ല, നരകത്തിന് പേടിയില്ല. പിന്നെ അവർ ശാക്കിര്യങ്ങളാ. എന്തിന്? അള്ളാഹുവിനെ പഠിച്ചല്ലോ. ഇതന്നെ മനുഷ്യന്റെ ബാധ്യത. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ എന്താണെങ്കിലും നമ്മൾ അള്ളാഹ്ക്കെതിരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അള്ളാഹ് നമ്മളെ പഠിച്ചത് അവനെ പറ്റി ചിന്തിക്കാനാണല്ലോ. ചിന്തിക്കാതിരുന്നാൽ തന്നെ നമ്മൾ കുറ്റക്കാരായി. വിചാരിച്ചിട്ടൊന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ അള്ളാഹിനെ പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവന്റെ സമയം നഷ്ടപ്പെട്ടു. അന്ത്യനാളിൽ അവർ ഖേദിക്കാതെ ഇരിക്കൂല. ആ സമയത്തിന്റെ മേൽ അവർ ഒരിക്കലും ഖേദിക്കാതിരിക്കൂല. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആയത്തിലേക്ക് തിരിച്ചു പോ. അവരോട് ഒരിക്കലും അക്രമം ചെയ്യപ്പെടുകയില്ല. അന്നത്തെ ദിവസത്തിൽ ഒരു ആത്മാവിനോടും അക്രമം ചെയ്യപ്പെടുകയില്ല. അല്പം പോലും അക്രമം ചെയ്യപ്പെടുകയില്ല. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു തആല അവന് ചെയ്ത നിഅമത്തുകളെ അവന് വിശദീകരിച്ചു കൊടുക്കും. അള്ളാഹു അവനെ ശിക്ഷിച്ചാൽ അള്ളാഹു അക്രമിയല്ല. കാരണം അവൻ എല്ലാം നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. എന്താണെങ്കിലും അള്ളാഹു നീതിമാനാ. അവൻ 500 കൊല്ലം സുജൂദ് കടന്ന ഒരാളെ പറ്റി മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞില്ലേ അത്? 500 കൊല്ലം സുജൂദ് കടന്ന ഒരു മനുഷ്യന് അള്ളാഹിന്റെ കോടതിയിൽ വരും. അപ്പൊ അള്ളാഹു അയാൾ ചോദിക്കും, നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ബി അമലിക ബി ഫളിക ബി ഫളി, നിന്റെ ഫളി കൊണ്ടാണോ നിന്റെ അമൽ കൊണ്ടാണോ? അപ്പോൾ ആ പറയും, സജത്തു ഫീക 500 സന, ഞാൻ നിനക്ക് വേണ്ടി സുജൂദ് മാത്രം എത്ര ഉണ്ട്? 500 കൊല്ലമുള്ളവനാണ് പഠിച്ചോനെ, ജിന്റെ അമലോട് എന്നെ കടത്തിയാൽ മതി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅറഫ ഇൻദഹു തന്റെ നിഅമത്തിനെ പറ്റി അവനൊന്നും പറഞ്ഞു കൊടുക്കും. ആരെ നിഅമത്ത്? അല്ലാഹ്. എന്നിട്ട് ആ നിഅമത്തിന് പകരം പൻ ചെയ്ത 500 കൊല്ലത്തെ സുജൂദുമാണ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ ഈ 500 കൊല്ലം ചെയ്ത നിഅമത്തിന്റെ ഒരു മൂലക്ക വരെ എന്തില്ല? സുജൂദില്ല. അപ്പോൾ അള്ളാഹു ബാക്കിയുള്ളത് ചോദിക്കും. സ്വർഗം പിന്നല്ലേ? എന്ത് മനസ്സിലായില്ല? സ്വർഗം പിന്നല്ലേ? ഞാൻ ചെയ്ത നിഅമത്തിന്റെ മൂലക്ക വരെ ഇവിടെ എന്തെത്തിയിട്ടില്ല? സുജൂദും ശുക്റും എത്തിയിട്ടില്ല. ബാക്കിനുണ്ടാ സ്വർഗം നമുക്ക് പിന്നല്ലേ? അപ്പൊ അയാൾ കരയും, അല്ലാഹ് ഞാൻ പുറത്തരണം, ഞാൻ പാപിയാണ്, ഞാൻ അതിൽ വിട്ട് കടന്നവനാണ്, ഞാൻ മോശപ്പെട്ട ചെയ്തവനാണ്, മാപ്പാക്കണം. അപ്പൊ അള്ളാഹ് പറയും, ഇതന്നെ എന്റെ ആവശ്യം, പോയിക്കോ. മനസ്സിലായില്ല? നിനക്കൊന്നുമില്ല എന്ന് ഇജ്ജ് മനസ്സിലാക്കൽ തന്നെയാണ് എന്റെ ആവശ്യം, നീ പോയിക്കോ. നിനക്ക് മനസ്സിലായല്ലോ എന്ത്? നിനക്കൊന്നുമില്ല. അത് അതന്നെ. അത് ചിന്തിക്കാതിരുന്നാലോ? മോശമായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അമലിന്റെ ബേസ് എന്താ? അമലിന്റെ ബേസ് അബ്ദിന്റെ ഖിദ്ലാനാണ്, അള്ളാന്റെ അളമത്വമാണ്. അളമത്ത് ഖിദ്ലാന് എന്ന രണ്ടിന്റെ ഇടയിലാണ് കബൂലിയത്ത്. നല്ല ഉഷാറിലിരിക്കണം കേട്ടാ. ഇനിയിപ്പോ ഞാൻ പുതിയൊരു വർത്താനം പറഞ്ഞത് എല്ലാം മനസ്സിലാക്കണം. ഒരു അമല് കബൂലാകണമെങ്കിൽ 2 കാര്യം വേണം. ഒന്ന് തഅലീമുർ റബ്ബ്, ഒന്ന് ഖിദ്ലാനു നഫ്സ്. അത് രണ്ടിന്റെ ഇടയിലാണ് അമല് കബൂലാവുക. അമല് ഷർത്തും ഫർളും ഒത്തതുകൊണ്ട് കബൂലാവൂല, സഹീഹാവുള്ളൂ. കബൂലാകണമെങ്കിൽ ആമില് ഖിദ്ലാനിലാകണം. ഖിദ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം നിന്ദനാണ് എന്ന് പറയണം. അള്ളാഹിനെ തഅദീമിലേക്ക് ചേർക്കണം, അവനെ നിന്ദയിലേക്ക് ചേർക്കണം. അള്ളാഹിനെ മഹത്വത്തിലേക്ക് ചേർക്കുക, അവനെ നിന്ദതയിലേക്കും ചേർക്കുക. നാം സയ്യിദുൽ ഇസ്തിഗ്ഫാർ തന്നെ ഉണ്ടല്ലോ, അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത. വൽപ്പത്തിനെപ്പെടുത്തുക, അള്ളാഹിനെ വൽപ്പത്തിനെടുത്തില്ല. അല്ലാഹുമ്മ അന്ത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അന്ത, നീ അല്ലാത്തൊരു ഇലാഹുല്ല. പിന്നെ അള്ളാഹിനെ വലിയതാക്കി. ഖലഖ്തനി, നീയാണ് എന്നെ പഠിച്ചത്. വാന അബ്ദുക, ഞാൻ നിന്റെ ദാസനാണ്, ഒരു അടിമയാണ്. വാന അല അഹദിക വഅദിക, നിന്റെ കരാറിന്റെ മേലും ആണ് ഞാൻ. മസ്തതായത്തു, കരാറിന്റെ മേൽ ഞാൻ കരാർ പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ്. അപ്പൊ അവിടെ മസ്തതായത്തു എന്ന് പറഞ്ഞു. നിന്റെ കരാറൊക്കെ എൻ്റെ കഴിവനുസരിച്ചാണ്. നിന്റെ പരിപാടി, നിന്റെ കൽപ്പന അനുസരിച്ചൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇബ്ലീസിനെ പറ്റി പറയണ എന്തിനാ? വലിയ ഇബ്ലീസ് ഞാൻ തന്നെയാ. ഞാൻ ചെയ്തു കൂട്ടിയ ഷർറന്നെ എമ്പാടുണ്ട്, അതിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മനസ്സിലായില്ല? അപ്പൊ ഇബ്ലീസിന്റെ മക്കാമിലോൻ സ്വയം ഇറങ്ങി. അഊദു എന്ന് പറയേണ്ടത് ആരെ പറ്റിയാ? ശൈത്താനെ പറ്റിയാ. അപ്പോൾ അഊദു എന്ന് പറഞ്ഞാൽ ഓനെ പറ്റി തന്നെയാണ്.
അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റിനെ തൊട്ട് ഞാൻ അഭയം തേടുന്നു, ഞാൻ തന്നെയാ മോശക്കാരൻ. അവിടെ ഇബ്ലീസിന്റെ മക്കാമിലേക്ക് അവൻ ഇറങ്ങി. പിന്നെ എന്ത് പറഞ്ഞു? അബൂലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്ത നിഅമത്തുകൾ മുഴുവനും ഞാൻ സമ്മതിക്കുന്നു. അതേ സമയത്ത് അബൂ ബിദംബി, ഞാൻ ചെയ്ത കുറ്റവും ഞാൻ സമ്മതിക്കുന്നു. ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പുറത്തു തരാൻ നിനക്കല്ലാത്ത ഒരാൾക്ക് കഴിയൂല. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അപ്പൊ ഇവിടെ എന്തായി? ഖദ്ലാനിലായി, അബ്ദാണ് നിന്ദനായി. അബ്ദാണ് നിന്ദനായി, പറ്റ നിന്ദനായി. അബ്ദ് നിന്ദനായപ്പോ അള്ളാഹു തആല സ്വീകരിച്ചു. അബ്ദാണ് നിന്ദനായപ്പോ അള്ളാഹു സ്വീകരിച്ചു, മഹബൂദിനെ വലിയതാക്കി. അപ്പൊ ചിന്തിക്കാം, ഒരാളോടും അള്ളാഹു ആക്രമണം ചെയ്യുകയില്ല. ഏത് നിഅമത്തും അള്ളാഹുവിൻ്റെതാണ്. ആ നിഅമത്ത് അള്ളാഹു വിശദീകരിക്കും. അപ്പോൾ പിന്നെ അതനുസരിച്ച് ശിക്ഷ ഉണ്ടാവും. അതനുസരിച്ചായിരിക്കും, അവന്റെ മനസ്സിന്റെ ഭാവത്തിനായിരിക്കും. മനസ്സിന്റെ ഭാവം ആമിൽ എന്ന നിലയിൽ എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ അളമത്തിലേക്ക്, റബ്ബിനെ അളമത്തിലേക്ക് ചേർത്തവനും സ്വയം ഖിദ്ലാനിലായവനുമായ അബ്ദ് അള്ളാന്റെ അടുക്കൽ മഖ്ബൂലായ അബ്ദാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. രണ്ടാള് അമൽ ചെയ്തു. ഒരാൾക്ക് അള്ളാന്റെ അളമത്തിനെ പറ്റി അമൽ ചെയ്തപ്പോ ബോധമല്ല, സ്വയം നിന്ദയെ പറ്റിയും ബോധമല്ല എങ്കിൽ ആ അമൽ അള്ളാഹു തആല സ്വീകരിച്ചോണം എന്നില്ല, സ്വീകരിക്കൂല. രണ്ടാമത്തെ ആളുണ്ട്, അയാൾക്ക് ആ താൻ അമൽ ചെയ്ത സമയത്ത് അള്ളാഹിന്റെ മഹത്വത്തെ പറ്റിയും അപ്പോൾ ബോധമുണ്ട്, സ്വന്തം നിന്ദയെ പറ്റിയും ബോധമുണ്ടെങ്കിൽ ആ അമൽ അള്ളാഹു തആല സ്വീകരിക്കും. ഇത് രണ്ടിന്റെയും പ്രത്യക്ഷം ഒന്നാ, എന്നാൽ രണ്ടിന്റെയും മനസ്സിന്റെ ഭാവം രണ്ടാ. മനസ്സിന്റെ ഭാവത്തിനാണ് കൂലിയിൽ ശിക്ഷ ഉണ്ടാവുക. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിന്റെ ഭാവമാണ്, മനസ്സിന്റെ ഭാവത്തിനാണ് ഉണ്ടാവുക. ശുബഹത്തിന്റെ വത്തുകില് അള്ളാഹു തആല അനുവാദം കൊടുക്കും. എങ്ങനെ ശുബഹത്തിന്റെ വത്ത് എന്ന് പറഞ്ഞാല്? ശുബഹത്തിന്റെ വത്ത് എന്ന് പറഞ്ഞാൽ രാത്രി വന്നു, കറണ്ട് ഇല്ലാത്ത സമയമാണ്, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത കാലം. ശുബഹത്തിന്റെ വത്ത് ആണ് ഇപ്പൊ പറയാൻ പോണത്. വീട്ടിൽ കയറി വന്നപ്പോൾ അവന്റെ മുറിയിൽ പ്രവേശിച്ചു. മുറിയിൽ പ്രവേശിച്ച് അങ്ങനെ ലൈറ്റ് ഇല്ല, ഒന്നും അവന്റെ കയ്യിലില്ല. വസ്ത്രം മാറി കട്ടിൽ കയറി കിടന്നു. ഭാര്യ അവിടെ കിടക്കുന്നു. അങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഭാര്യ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്തു? രാത്രിയല്ലേ, ഭാര്യയിലേക്ക് ചേർന്നല്ലേ. അപ്പൊ അവൻ ഭാര്യയുമായി ഇണങ്ങിച്ചേർന്നു. അങ്ങനെ ഭാര്യയുമായി ചേരുന്നു എന്ന്. ഇപ്പൊ സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഭാര്യ ആയിരുന്നില്ല, അഞ്ചന്റെ ഭാര്യ അല്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യ അല്ലെങ്കിൽ ഏതോ വിരുന്നൊരു പെണ്ണ് ഭാര്യയുമായി സംസാരിച്ച് ആ മുറി കിടന്നതായിരുന്നു. അപ്പോഴാണ് അങ്ങേ മുറിയിൽ നിന്ന് കുട്ടി കരഞ്ഞത്. കുട്ടി കരഞ്ഞപ്പോ ഇവന്റെ ഭാര്യ എണീറ്റിട്ട് മറ്റേ റൂമിലേക്ക് കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവൾ അവിടെ കിടന്നുറങ്ങി, ഇവള് ഇവിടെ കിടന്നുറങ്ങി. മനസ്സിലായില്ല. അപ്പോൾ അവൻ രാത്രി വത്ത് ചെയ്തു. ആരെ? വിരുന്നേരത്തിയെ. മനസ്സിലായില്ല. അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഭാര്യ. അങ്ങനെ കൂട്ടിക്കളി. ഈ വത്ത് ഇത് സിനയല്ല. എന്തുകൊണ്ട്? ഇതിന്റെ മനസ്സിന്റെ ഭാവത്തിൽ അവൻ ആരാണ്? അവന്റെ ഭാര്യയാണ്. എപ്പോൾ വരെ സിനയല്ല. അതിനിടയിൽ പെട്ടെന്ന് അവന്റെ ഓരോരുത്തരും ഉപയോഗിക്കുന്ന സംഗതിയെ ഓരോരുത്തർക്ക് അറിയാലോ. അവനവൻ പിടിക്കുന്ന ക്ലാസിന്റെ വണ്ണം വലിപ്പം പിടിക്കണോന്ന് അവന്റെ പിടുത്തത്തിൽ മനസ്സിലായി ഇത് നിന്റെ പെണ്ണുങ്ങളല്ലല്ലോ എന്ന് മനസ്സിലായി. പിന്നെയുള്ള ഓരോ തഹറുക്കും സിനയാണ്. അത് കഴിഞ്ഞില്ല. മറ്റോളും സ്വപ്നത്തിലായിരുന്നു. ആര്? ഇവിടെ കിടക്കണ പെണ്ണ്. അപ്പോൾ എന്തുണ്ടായിന്നറിയോ? എന്റെ വീട്ടിലാണ്, എന്റെ ഭർത്താവിന്റെ കിടക്കിലാണ്. ഭർത്താവ് ഇതേപോലെ രാത്രി വരാറുണ്ട്, കയറിയിട്ട് ഒന്നും വർത്താനം പറയാതെ വിളിച്ച് കട്ടിൽ കയറാറുണ്ട്, ഇവളുമായി ശാരീരികമായി ബന്ധപ്പെടാറുണ്ട് എന്ന് അവളും ചിന്തിച്ചു. അപ്പൊ അവൾക്കും അതെന്തല്ല? സിനയല്ല. രണ്ടിൽ ഒരാളെ മനസ്സിന്റെ ഭാവം ഒരു സെക്കൻഡ് മാറിയാൽ അയാൾക്കത് സിനയായി. ഇനി ഇതിൽ കുട്ടി ജനിച്ച ആ കുട്ടിയെ ഇനി ഇവിടെ കണക്കെങ്ങനെയാ? ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഇത് ശറഅ അംഗീകരിക്കും. സംഗതി ഇതെന്തല്ല? ഇതെന്തല്ല? സിനയല്ല. ശറഅ ഇത് അംഗീകരിക്കും. ഇനി ഈ പെണ്ണെന്താ ചെയ്യേണ്ടത്? ഈ പെണ്ണിന് ഇവന് മഹർ കൊടുക്കണം. ആർക്ക്? ഇവൻ വത്ത് ചെയ്ത പെണ്ണിന് അവൻ മഹർ കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് ഇവൾക്ക് സാധാരണ പെണ്ണിന്റെ ഇദ്ദ വരെ കാത്തിരിക്കണം. സലാസത്തെ കുറവ്, അതായത് 3 ശുദ്ധി കഴിയുന്നവരെ ഇവളെ സ്വന്തം ഭർത്താവ് ഇവളെ തൊടാൻ പാടില്ല. മനസ്സിലായില്ല? 3 ശുദ്ധി കഴിയുന്നവരെ ഇവളെ സ്വന്തം ഭർത്താവ് ഇവളെ തൊടാൻ പാടില്ല. കാരണം വേറൊരുത്തൻ ഇവളെ വത്ത് ചെയ്തുകൊണ്ട് ഗർഭപാത്രത്തിൽ നുത്ഫത്ത് ഉണ്ടോന്ന് പരിശോധിക്കണം.
ഈ സമയത്തുള്ള ചെലവിന് ആര് കൊടുക്കും? ഭർത്താവ് ചെയ്തും കൊടുക്കണം. പക്ഷേ അത് പിന്നെ അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? 3 ശുദ്ധി കഴിഞ്ഞ് ഇദ്ദയുടെ പരിധി കഴിഞ്ഞ് ഇനി നിക്കാഹോ തൊലാഖോ ഒന്നും വേണ്ടയില്ല, ഇപ്പോൾ വീണ്ടും മറ്റോന്റെ കട്ടിലേക്ക് പ്രവേശിക്കും. ഇനി അഥവാ പട്ടിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല, അതായത് ഇവൾക്ക് ഇതിൽ എന്തുണ്ടായിരുന്നു, കുട്ടി ഉണ്ടായെങ്കിൽ പ്രസവം കഴിഞ്ഞ് നിഫാസ് കഴിഞ്ഞവരെ ആദ്യത്തെ ഭർത്താവ് തൊടാൻ പാടില്ല. ആദ്യത്തെ ഭർത്താവല്ല, ഭർത്താവ്. ആ സമയത്തുള്ള ചെലവും ശമ്പളം തുണിയപ്പോ ആര് കൊടുക്കണം? എന്താ ആര് കൊടുക്കണം? ഭർത്താവല്ലടാ. പേച്ചോൻ കൊടുക്കണം, ഭർത്താവ് ചെയ്തോ കൊടുക്കണം. അങ്ങനെ ആ കുട്ടി പ്രസവിച്ചു. ശരി, ആ കഴിഞ്ഞ് നിഫാസം കഴിഞ്ഞാൽ ആ ഭർത്താവിലേക്ക് ചേരും. ഈ പെൺകുട്ടിയെ നോക്കൂ. ഈ പെൺകുട്ടിക്ക് നിക്കാഹ് എടുത്ത് ചെയ്ത് കൊടുക്കണം. 10, 17, 18 വയസ്സായാലും എന്താവും കല്യാണം കഴിയും. ആരാ കല്യാണം കൊടുക്കേണ്ടത്? ആരാ? ഇതിന്റെ വാപ്പ ആരാ? ഇതിന്റെ ഉമ്മാന്റെ പുതിയാപ്പളല്ല. വ്യഭിചരിച്ചവനല്ലടാ, എന്ത് തെറ്റിദ്ധരിച്ചവൻ. ശരാതങ്ങേരിക്കും. മനസ്സാണ് വിഷയം. ഒരു കമ്മത്തിന്റെ അടിസ്ഥാനം ഇന്നമൽ അമാലു ബിന്നിയാത്ത്. അടിസ്ഥാനത എല്ലാത്തിനും മനസ്സാണ് അടിസ്ഥാനം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? രക്തബന്ധം പങ്കുള്ള ആളുകളാണ് എങ്കിൽ പോലും തങ്ങളെ അവിടെ ചോദിക്കണ്ട. കണക്കങ്ങനെ തന്നെയാണ്. അവസ്ഥ അള്ളാഹു കാക്കട്ടെ. അതിന് ശുഭത്തിന്റെ വത്ത് എന്ന് പറയും. അങ്ങനെ നിയമം തന്നെ ശറയിലുണ്ട്. ശുഭത്തിന്റെ വത്ത് എന്ന് പറയും. തിരിച്ചറിയാതെ സംഭവിച്ചാൽ അതിന് ശറ അംഗീകാരം കൊടുക്കുന്നു. കാരണം എന്തല്ല, കുറ്റക്കാരല്ലല്ലോ. മനസ്സിലായില്ലേ? കാരണം എന്താ? എന്റെ സമുദായത്തിൽ പേന കൊണ്ടെഴുതാതെ 2 കുറ്റമുണ്ട് എന്ന് പുണ്യ റസൂൽ. എന്റെ സമുദായത്തിൽ മലക്കുകൾ പേന കൊണ്ടെഴുതാത്ത 2 കുറ്റമുണ്ട്. അൽ ഖത്ഉ പിഴച്ച് ചെയ്തത്, വൻ നിസ്യാൻ മറന്ന് ചെയ്തത്. കുറ്റമാണെങ്കിലും എഴുത്തുണ്ടാവില്ല. മലക്കുകളുടെ പേനയെ ഉയർത്തി വെച്ചിട്ടുണ്ട് അനുമ്മത്തി, എന്റെ സമുദായത്തെ കുറിച്ച്. ആ ഏത് കാര്യത്തിൽ? അൽ ഖത്ഉ വൻ നിസ്യാൻ. ഖത്ഉ പിഴച്ച് ചെയ്തത്, വൻ നിസ്യാൻ മറന്ന് ചെയ്തത്. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താ? മനസ്സ്. നന്മയും തിന്മയും ഒക്കെ മനസ്സ്. പെച്ച് ചെയ്തത് എന്ന് പറഞ്ഞാൽ പെച്ച് പോയി, കർമ്മം ചെയ്തു, വേറൊരു കോലത്തിലായി. പാടില്ലെന്നറിയാതെ ചെയ്തു, മറന്നത്. അതന്നെ പേച്ചത്. കർമ്മം ചെയ്തു, പക്ഷേ ഇത് മറന്നതല്ല. ഇതെന്താണ്? പെശാണ്. ഭാര്യ എന്നാണ് വിചാരിച്ചു, ഭാര്യയല്ല. പെച്ചു ചെയ്തത്. ചിലത് കർമ്മം ചെയ്യാൻ പാടില്ലാത്ത ഉണ്ടാവും. പാടില്ലാത്ത കർമ്മം മറന്നുകൊണ്ട് ചെയ്തു പോയി, മറന്നു ചെയ്തുപോയി. അൽ ഖത്ഉ വൻ നിസ്യാൻ, പേച്ച് ചെയ്തുപോയി, മറന്നു ചെയ്തുപോയി. അത് രണ്ടിൽ മലക്കൾ റിക്കാർഡ് തന്നെ എഴുതൂല. പിന്നെട്ടോ മൈസറിൽ ഹാജരാക്കണ് എന്തില്ല? അവിടെ പേന ഉയർത്തി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ. അവിടെ പേന കൊണ്ട് എഴുതൂല, മലക്കൾ എഴുതൂല. അവിടെ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ എന്നത് അവിടെ ഉണ്ടാവൂല. അപ്പോൾ പിന്നെ എന്റെ മനസ്സിന്റെ ഭാവമാണ്. ഇനി നന്മ അങ്ങനെ തന്നെയാ. 2 ആൾ നേരം വെളുക്കുന്നവരെ ഹയാത്താക്കി. ഒരാൾ അള്ളാന്റെ പ്രീതിക്ക് ഹയാത്താക്കി. ഒരാൾ മറ്റൻ ചങ്ങാതി ആയതുകൊണ്ട് ഓൻ്റെ ഒപ്പം 200 കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഓനും ഹയാത്താക്കി. 2ആൾക്കും സത്യത്തിൽ ഉറക്കം പോയി. ഒരാൾക്ക് കൂലി കിട്ടി, ലൈലത്തുൽ ഖദറും, മറ്റേയാൾക്ക് ചങ്ങായിയെ കിട്ടി. എന്തുണ്ടാവില്ല? ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല. തിരിഞ്ഞില്ല. 2 ആൾ നേരം വെളുക്കുന്നവരെ പള്ളിയിൽ ഹയാത്താക്കി ലൈലത്തുൽ ഖദറിന്. ഒരാള് പറ ചങ്ങാതിയെ. 2 ആൾക്കും ഉറക്കിനെ ഒഴിവാക്കുക എന്നത് സവാ. 2 ആൾക്കും സവാ. പക്ഷെ ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടും, ഒരാൾക്ക് ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല. ഒരാൾക്ക് ഉറക്ക് പോയി കിട്ടും. എന്തുകൊണ്ട്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നന്മ അങ്ങനെ, തിന്മ അങ്ങനെയാ. മനസ്സാണ് പ്രധാനം. മനസ്സിനാണ് വിഷയം.
അതാണ് പല്ലോമല. രണ്ട് കുറ്റങ്ങൾക്ക് രണ്ട് ശിക്ഷ ഇരിക്കും. ഒറ്റ കുറ്റത്തിന് രണ്ടാൾക്ക് രണ്ട് ശിക്ഷയാകാം. എന്നാലും അള്ളാഹു അക്രമിയല്ല, അവന്റെ മനസ്സിന്റെ ഭാവമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാള് രണ്ട് ഫിർഔന് കുട്ടികളെ കൊന്ന് ഖുർആൻ വിമർശിച്ച്, ഖിളിർ കുട്ടിയെ കൊന്ന് ഖുർആൻ പ്രശംസിച്ച്. നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഫിർഔൻ കൊന്നിട്ടില്ല, കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഖിളിറോ നിങ്ങൾ പുറത്ത് പറയണ്ട, അതൊക്കെ നമ്മൾ തമ്മിലുള്ള സ്വകാര്യ. മനസ്സിലായില്ല. ഫിർഔന് എന്ത് ചെയ്തിട്ടില്ല? കുട്ടികളെ സ്വന്തം കൊന്നിട്ടില്ല, കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ലേ? പ്രബുദ്ധികൾ യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. യുദബ്ബിഹൂന അബ്നാഅകും, യുദബ്ബിഹൂന അബ്നാഅകും. നിങ്ങളെ കുട്ടികളെ അറക്കും. ആര്? ഫിർഔന്റെ അനുയായികൾ. ആരല്ല? ഫിർഔനല്ല. ഫിർഔൻ അറക്കൂല. ഖിളിറോ അഖതൽത നഫ്സൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഇത ശൈഅൻ നുക്റാ. ഭയങ്കര കാര്യങ്ങൾ ചെയ്തത്, വല്ലാതെ വെറുക്കപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്തു പോയി. നിങ്ങൾ എന്ത് ചെയ്ത്? കുട്ടിനെ പിടിച്ച ഒറ്റപ്പിടുത്തത്തിന് ഒരു പിടുത്തം കാല് പിടിച്ച് നിലത്തടിച്ച് കൊന്ന്. ആരെ? ഖിളിർ. ആരെ? ഒരു കുട്ടിയെ പിടിച്ച് കൊന്നു. എന്നാൽ ഖിളിർ മഅ്ജൂറാണ്, ഖിളിറിന് കൂലി കിട്ടും. ഫിർഔൻ മൽഊനാണ്, ലഅനത്തുല്ലാഹി അലൈഹി. എന്തുകൊണ്ട്? രണ്ടാളെ മനസ്സ് രണ്ടാ. ഫിർഔൻ അത് ചെയ്തത് അവന്റെ ഏകാധിപത്യം സ്ഥാപിക്കാനാണ്. ഖിളിർ അത് ചെയ്തത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ എൻ്റെ കാര്യം ചെയ്തതല്ല, അള്ളാഹിന്റെ കൽപ്പന പ്രകാരമാണ്. മാത്രമല്ല തലമുറകൾ നന്നായി കിട്ടാനുമാണ്. ആ കുട്ടികൾ പോയപ്പോൾ പിന്നെയുള്ള കുട്ടികൾ സ്വാലിഹായി ജനിച്ചു. ആര് പറഞ്ഞു? ഖിളിർ പറഞ്ഞു. രണ്ടും കർമ്മം ഒന്നാ, പക്ഷെ രണ്ടാൾക്കും ഒന്ന് മൽഊനാണ്, ഒന്ന് മഅ്ജൂറാണ്. മൽഊനാണ് ആര്? ഫിർഔന്. മഅ്ജൂറാണ്, കൂലി കിട്ടുന്ന ആളാണ്. ആര്? ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ആ ദിവസത്തിൽ ഒരല്പം പോലും ആ ഒരു നഫ്സിനും ആക്രമം ചെയ്യപ്പെടുകയില്ല. ഒരാളോടും ആക്രമം ചെയ്യൂല. അവരവരുടെ ഭാവത്തിനനുസരിച്ച് അവർക്ക് ശിക്ഷയും കൂലിയൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല അവന്റെ മഅ്ജൂരിങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു അവന്റെ മഅ്ജൂരിങ്ങളിൽ അവന്റെ കൂലി ലഭിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മനസ്സിന്റെ ഭാവത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടും. അങ്ങനെയാണ് എന്ന് മനസ്സിന്റെ ഭാവത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടും. പിന്നെ ഒരു നഫ്സിനോട് ആക്രമണം ചെയ്യപ്പെടുകയില്ല. അതായത് ഒരു നഫ്സ് അർഹിക്കാത്തൊരു ശിക്ഷയും ആ നഫ്സിന് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനല്ലാത്ത പ്രതിഫലവുമില്ല. അതായത് കർമ്മത്തിനെ കുറക്കൂല, കർമ്മത്തിന്റെ പ്രതിഫലത്തെ കുറക്കൂല. ചില കർമ്മ അല്ലാഹു തആല സ്വീകരിക്കൂല. എന്തുകൊണ്ട്? ആ കർമ്മം പ്രതിഫലാർഹം അല്ല. നല്ല വാക്ക് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞാൽ കൂലി കിട്ടണമെങ്കിൽ നല്ല കർമ്മം ചെയ്യണം. നല്ല വാക്ക് പറഞ്ഞാൽ കൂലി കിട്ടണമെങ്കിൽ നല്ല കർമ്മം ചെയ്യണം. ഉറപ്പ്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. നല്ല വചനം അല്ലാഹുവിലേക്ക് ഉയരുന്നു. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്. നല്ല വാക്ക് അല്ലാഹുവിലേക്ക് ഉയരുന്നു. പക്ഷേ വൽ അമലു സ്വാലിഹു യർഫഉഹു. സാലിഹായ അമലാണ് അതിനെ ഉയർത്തുക. നല്ല വചനം അല്ലാഹുവിലേക്ക് ഉയരും, നല്ല വാക്ക് അല്ലാഹുവിലേക്ക് ഉയരും. പക്ഷെ ആരാ ഉയർത്തേണ്ടത്? സാലിഹായ അമലേ കൊണ്ട് ഉയരുള്ളൂ.
ഓ ഓ ഓ അപ്പൊ നല്ല വാക്ക് പറഞ്ഞോന്റെ നല്ല വാക്ക് അള്ളാന്റെ റിക്കാർഡിൽ ഇല്ലിയിൽ എത്തണമെങ്കിൽ ഇവൻ എന്തു ചെയ്യണം? നല്ല പണിയെടുക്കണം ഇല്ലേ? അവൻ നല്ല വാക്ക് പറഞ്ഞാൽ പോരാ, അപ്പോ അവൻ നല്ല ഉദ്ദേശിക്കണം. മനസ്സിലായില്ല? നല്ല വാക്ക് പറഞ്ഞാൽ കിട്ടണമെങ്കിൽ നല്ല പണിയെടുക്കണം. പണിക്കാരനെ രാമൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ആചാര്യോട് പൈസ വെക്കുമ്പോഴൊക്കെ ആചാര്യ പറയും ഇൻഷാ അല്ലാ നമുക്ക് എടുക്കടാ അറിയും. അപ്പൊ രാമൻ വിചാരിച്ചത് മാപ്പിളാർ കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്ന ഭയങ്കര കൂലി കിട്ടുന്ന സംഗതിയാണ്. എന്തിന് പറയണ ചങ്ങാതിമാരെ, ഭയങ്കര കൂലി കിട്ടുന്ന സാധനമാണ് എന്ത്? ഇൻഷാ അല്ലാ. അപ്പൊ രാമൻ എപ്പോഴും ആചാര്യോട് ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പൈസ വെക്കും. അപ്പൊ ആചാര്യ എന്ത് പറയും? ഇൻഷാ അല്ലാ നമുക്ക് എടുക്കടാന്ന് പറയും. പിന്നെ ആ പൈസ തൊട്ട് കൊടുക്കൂല്ല. അപ്പം രാമൻ എന്ത് മനസ്സിലാക്കി? കൊടുക്കാതിരിക്കാൻ വേണ്ടി മാപ്പിളാർ പറയണ വാക്കാണ് ഇൻഷാ അല്ലാ. അങ്ങനെ രാമന്റെ മകളെ കല്യാണം വന്ന്, അപ്പൊ കല്യാണത്തിന് പൈസ വേണം. അതിന് ആദ്യം തന്നെ രാമൻ വന്ന് അജയനോട് പറഞ്ഞു, അജയരപ്പളെ നിങ്ങളോട് ആദ്യം തന്നെ പറയണ ആ മറ്റേ വാക്ക് നിങ്ങൾ ഇതിൽ പറയരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ആചാര്യ ഇൻഷാ അല്ലാ പറഞ്ഞ കൂലി ഇട്ടൂല. എന്തുകൊണ്ട്? കൊടുക്കണം എന്ന് ആചാര്യ കരുതിയിട്ടല്ല. കൊടുക്കാൻ അധ്വാനിച്ചുന്റെ ഇൻഷാ അല്ലാഹ് മാത്രമേ കൂലി ഉണ്ടാവുള്ളൂ. അപ്പൊ കർമ്മത്തിന് കൂലിയിട്ടണമെങ്കിൽ കർമ്മത്തിന്റെ പിന്നിൽ നല്ല നിയ്യത്ത് വേണം. അള്ളാഹു തആല തൗഫീഖ് തരണം. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു, നല്ല വചനം അള്ളാഹുവിലേക്ക് ഉയരുന്നു. വൽ അമലു സ്വാലിഹു യർഫഉഹു, സാലിഹായ അമലാണ് അതിനെ ഉയർത്തുക. വൽ അമലു സ്വാലിഹു യർഫഉഹു. അപ്പൊ നല്ല വർത്താനം പറഞ്ഞാൽ കൂലിട്ടും. കിളി വിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല പണിയെടുക്കണം. അതിന് വർത്താനം പറയുമ്പോൾ തന്നെ നല്ല നെയ്യത്ത് വേണം. മനസ്സിലായില്ലേ? നിയ്യത്ത് നന്നായാൽ എന്താ? തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തെരുമടുമെന്ന. നിയ്യത്ത് നന്നായാൽ പിന്നെ എല്ലാം മതിയടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തെരുമടോ എന്നാ. മനസ്സിലായില്ല? നിയ്യത്ത് നന്നായാൽ തന്നെ എല്ലാം മതി, പിന്നെ ആര് വരും? തൗഫീഖ് ചെയ്യും. അപ്പം ഒരു കാര്യം പറയുമ്പോൾ അതാണ് ഒരു അമലിനല്ല പ്രതിഫലം, അമലിന് നിയ്യത്തിനാണ്. അമല് സത്യത്തിൽ ആരാണ്? അള്ളാഹുണ്ട്, അള്ളാന്റെതാണ്. അങ്ങനെയാ. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളെ കർമ്മങ്ങളെയും പടച്ചത് അള്ളയാണ്. അപ്പൊ കർമ്മത്തിന് അടിസ്ഥാനപരമായി കൂലി കിട്ടാൻ അബദിനൊന്നുമില്ല. കർമ്മത്തെ പടച്ചത് ആരെന്നെയാ? അള്ളാഹ് തന്നെയാ. അപ്പൊ പിന്നെ അബദിന് എന്താണ് അവിടെ ഉള്ളത്? നിയ്യത്ത്. ഓന്റെ നിയ്യത്തനുസരിച്ച് എല്ലാ കാര്യവും അള്ളാഹ് ഒരുമിച്ച് കൂടി കൊടുത്തതാ. അപ്പൊ കാര്യങ്ങൾ ചെയ്തതും ആരെന്നെയാണ്? ഒരു സാലിഹായ അമൽ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തത് ആരാണ്? അള്ളയാണ്. കാരണം ഒരാൾ പള്ളി ഉണ്ടാക്കാൻ വിചാരിച്ചു, വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തു. അപ്പൊ വിചാരിച്ചതോനാ. പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതോ അള്ളയാണ്. പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത അള്ളയാണ്. എല്ലാം അള്ളാഹുവാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തു കൊടുത്തത് അള്ളാഹുവാണ് എന്ന് അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. എല്ലാം ചെയ്തത് അള്ളാഹുവാണ്. അങ്ങനെ പറയും. നിയ്യത്ത് പോലെ മയ്യത്ത് അങ്ങനെ പറയാൻ പഴയ കാലത്ത് ആളുകൾ നല്ല വർത്താനാണത്. നിയ്യത്ത് പോലെ മയ്യത്ത് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അങ്ങനെയാണ്. യമൂത്തുൽ മർഉ അലാ മാ ആശലി, ഏതൊരു നിയ്യത്തുമൽ ജീവിച്ചോ ആ നിയ്യത്തുമൽ മരിച്ചു. വയുബഅസു അലാ മാ മാത അലൈഹി, ഏത് നിയ്യത്തുമൽ മരിച്ചോ ആ കോലത്തിൽ മഹ്ശറിൽ വരും. നിയ്യത്ത് നന്നായാൽ മരണം നന്നാവും. മനസ്സിലായില്ല? യമൂത്തുൽ മർഉ അലാ മാ ആശലി, ഒരാൾ എങ്ങനെയാണോ ജീവിച്ചത്, കർമ്മത്തിന്റെ പ്രേരണ. കർമ്മ ആരുടേതാ? അല്ലാഹു. എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ മരിക്കും. എങ്ങനെ മരിച്ചോ അങ്ങനെ മഹ്ശറിൽ വരും. യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി വയുബഅസു അലാ മാ മാത അലൈഹി. മുത്തനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി. ഇത് പ്രധാനപ്പെട്ട ഹദീസാണ്. യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി, ഏതൊരു മനുഷ്യനും മരിക്കുക അലാ മാ ആശ അലൈഹി, എങ്ങനെയാണോ ജീവിച്ചത്, ജീവിതകാലം അവന്റെ മനസ്സിന്റെ ഭാവം എന്തായിരുന്നോ അതനുസരിച്ച് മരിക്കും. യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി, ഒരാൾ എങ്ങനെ ജീവിച്ചോ, എന്തായിരുന്നു അയാളെ താല്പര്യം, ആ താല്പര്യം അനുസരിച്ചാണ് അയാൾ മരിച്ചു പോവുക. വയുബഅസു അലാ മാ മാത അലൈഹി, എങ്ങനെയാണോ മരിച്ചത് അങ്ങനെ മഹ്ശറിലേക്ക് വരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ്. അതാണ്
അങ്ങനെ ഉണ്ടാവും. ഏത് ഇലൈഹി യസ്അദു ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ. മാഷാ അല്ലാഹ്. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه. هذا كركت. എത്ര ഫാത്തിറിൽ 10. മാഷാ അല്ലാഹ്. എഴുതി ചൊല്ലി. ഭയങ്കര വർത്താനാണ്. ഏതൊരു നല്ല വാക്കും അല്ല ഇവിടെ എഴുതണമെങ്കിൽ സാലിഹ അമൽ കൊണ്ട് പുഷ് ചെയ്യണം. അതായത് നല്ലൊരു വർത്താനം നമ്മൾ പറഞ്ഞാൽ പോരാ, പിന്നെ അത് എന്ത് ചെയ്യണം? നല്ല കർമ്മം കൊണ്ട് കൃത്യാക്കണം. എന്നാലേ അത് കയറുള്ളൂ. അല്ലെങ്കിൽ അതവിടെ ഇങ്ങനെ നിൽക്കും, അതിങ്ങനെ അവിടെ നിൽക്കും, അതങ്ങനെ അവിടെ നിൽക്കും. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. ഒരു മനുഷ്യൻ അള്ളാഹു സ്വീകരിക്കണമെന്ന നിയത്ത്, നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? നിസ്കാരം മുടിക്കുറ്റിൻ്റെ അവിടെ നിൽക്കുന്നു ഞങ്ങളോടാണോ പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞില്ലേ? ഹബീബ് റസൂലുള്ളാഹി കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഒരു കൂട്ടരോട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാൾക്ക് അള്ളാഹു സ്വീകരിക്കണമെന്ന നിയത്തുണ്ടെങ്കിൽ അവൻ കമാലുൽ വജ്ഹിൽ വുളൂ ചെയ്യും. കമാലിയൽ വജ്ഹിൽ വുളൂ ചെയ്ത് നിസ്കരിക്കാൻ നിന്നാല് അപ്പോൾ ഒന്ന് പൂർത്തിയാക്കി വുളൂ ചെയ്യും. വുളൂവിന്റെ ഷർത്ത് ഫർളൊക്കെ റുക്കിന് എല്ലാം സൂക്ഷിക്കുന്നതന്നെ കണ്ടാൽ തന്നെ അറിയാം അവന് എന്ത് താല്പര്യമുണ്ട്. നിസ്കരിക്കണം എന്നല്ല താല്പര്യം, നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കണം താല്പര്യമുണ്ട് നോക്കുക. മനസ്സിലായില്ലേ? അവൻ മുഖം കഴുകുമ്പോൾ അത് ഓരോന്ന് സൂക്ഷിച്ച് കഴുകും, കൈ കഴിയുമ്പോൾ സൂക്ഷിച്ച് കഴുകും. പൂർത്തിയായി സൂക്ഷിച്ച് കഴുകുന്ന ഇസ്ബാഹുൽ വുളൂഇ മിനൽ ഈമാൻ. ഒരാൾ വുളൂ പൂർത്തിയാക്കി ചെയ്യുന്നത് കണ്ടാൽ അവന് ഈമാൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ കേൾക്കി, മനസ്സിലായില്ല? വുളൂ പൂർത്തിയാക്കുന്ന കണ്ടാൽ തന്നെ വിചാരിക്കുക അവന് എന്തുണ്ട്. മറ്റോ വെള്ളം തേകുക, എങ്ങനെയും തട്ടിപ്പടക്കുക, ഇവന് നിസ്കരിക്കണം എന്നേ ഉള്ളൂ. എന്തില്ല? അള്ളാഹ് സ്വീകരിക്കണം എന്നില്ല. അള്ളാഹ് സ്വീകരിക്കണം എന്നുണ്ടോന്ന് എന്ത് ചെയ്യും? ചോദിച്ച് പഠിക്കും. ഉസ്താദ് മുഖം എവിടെ, എവിടെ മുതൽ എവിടെ, എങ്ങനെ ഓരോന്നും ചോദിക്കും. കൈയുണ്ട് ചോദിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം അവന് എന്തുണ്ട്. അത് അല്ലാഹു തആല സ്വീകരിക്കണം എന്നുണ്ട്. അപ്പൊ ഇസ്ബാഹുൽ വുളൂ ആയി വുളൂ ഞാൻ പൂർത്തിയാക്കി ചെയ്യുന്ന കണ്ടാൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉറപ്പിക്കുക അമൽ അല്ലാഹു തആല സ്വീകരിക്കും. ഇല്ലെങ്കിലോ ഒരാൾ വുളൂനെ പൂർത്തിയാക്കിയില്ല, അപ്പിന്റെ അർത്ഥം എന്താ? ഈമാൻ പൂർത്തിയല്ല. അങ്ങനെ ഓൻ അമൽ ചെയ്തു. അമൽ ചെയ്താൽ ഇവന്റെ തടിയിൽ നിന്ന് ഉയരും. വലാ തുർഫഉ അൻ തർഫി ശഅരി, മുടിയുടെ അഗ്രത്തിൽ നിന്ന് ഉയരുകയും ഇല്ല. ഹബീബായ നബി പറഞ്ഞു, ഒരാളെ നിസ്കരിച്ച് പക്ഷെ അവൻ നിസ്കാരത്തിൽ വുളൂനെ ശരിയാക്കിയില്ല. വുളൂ ശരിയാക്കാതെയാണ് ഒരാൾ, വുളൂ പൂർത്തിയാക്കാതെയാണ് ഒരാൾ നിസ്കരിച്ചതെങ്കിൽ, വുളൂ പൂർത്തിയാക്കി നിസ്കരിച്ചാൽ എന്തുറപ്പാണ്? പറയാ കുട്ടിയെ, കബൂലാകും. ഇസ്ബാഹുൽ വുളൂഇ മിനൽ ഈമാൻ. വുളൂ പൂർത്തിയാക്കിയ ഈമാന്റെ ഭാഗമാണ്. വുളൂ കൃത്യമാക്കി ചെയ്യുന്നുണ്ട്, അതിനെ ഉറപ്പിക്കാൻ അവൻ എന്തുണ്ട്? ഈമാണ്ട്. അപ്പൊ അള്ളാഹു അത് സ്വീകരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. മറ്റോൻ എന്തേ ഉള്ളൂ? നിസ്കരിക്കണമെന്നേ ഉള്ളൂ. ഇത് അള്ളാഹു തആല സ്വീകരിക്കണം എന്നില്ല. അങ്ങനെ തന്നെ നിസ്കരിച്ചാൽ എന്താവുന്നല്ലോ? വുളൂ കൃത്യമായിട്ടില്ലെങ്കിൽ ഫലം യുത്തിമ്മ റുകൂഅഹു വ സുജൂദഹു, സുജൂദും വുളൂഉം റുകൂഉം പിന്നെ അവിടെ എന്തല്ല? പൂർത്തിയല്ല. അങ്ങനെ ഒരാൾ നിസ്കരിച്ചാലോ, അല്ലെങ്കിൽ വുളൂ ക്ലിയർ ആക്കി പക്ഷെ നിസ്കാരവും ശ്രദ്ധിച്ചില്ല, അങ്ങനെ അതായത് അള്ളാഹ്ക്ക് കൊടുക്കുന്നത് അള്ളാഹ് കബൂലാക്കണമെന്ന് വിചാരിച്ച് നിയത്ത് ചെയ്ത് സമ്പൂർണമായി അവൻ ചെയ്യാതെ ഇരുന്നാൽ തുർഫഉ സ്വലാത്തുഹു, അവന്റെ നിസ്കാരത്തെ അവന്റെ തടിയിൽ നിന്ന് ഉയർത്തപ്പെടും. പക്ഷെ വലാ തുർഫഉ അൻ തുർഫി ശഅരിഹി, അവന്റെ മുടിയുടെ അറ്റത്തിൽ നിന്ന് അതങ്ങോട്ട് പൊങ്ങൂല. ഫതഖൂലു സ്വലാത്തുഹു, അപ്പോൾ അവന്റെ നിസ്കാരം പറയും യാ വൈലാ യാ വൈലാ യാ വൈലാ, ഞാൻ നിസ്കാരമായിരുന്നല്ലോ, എൻ്റെ കോലത്തിൽ ഞാൻ നിസ്കാരമായിരുന്നല്ലോ, അപ്പോൾ അമിലനി, എന്നെ ചെയ്തോൻ എന്നെ പാഴാക്കിയത് കൊണ്ടല്ലേ. എന്നിട്ട് ഫത്തുൽ ഐനുക, നിസ്കരിച്ചോനെ ഈ നിസ്കാരം ശപിക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത്? അതായത് നിസ്കാരം പൊങ്ങും. എവിടുന്ന് പൊങ്ങൂല? മുടിക്കുറ്റിന് അവിടുന്ന് പൊങ്ങൂല എന്ന് റസൂല പറഞ്ഞു. എന്നിട്ട് അവിടെ കെട്ടിട്ടതുപോലെ നിസ്കാരം അങ്ങനെ നിൽക്കും. എന്നിട്ട് നിസ്കാരം പറയും യാ വൈലാ യാ വൈലാ, എൻ്റെ നാശമേ എൻ്റെ നാശമേ ലയ്യാനി ആമിലി, ഇന്നെ ചെയ്തവൻ എന്നെ പാഴാക്കി, എന്നെ വൃത്തിയായി അവൻ ചെയ്തില്ല, അതുകൊണ്ട് അള്ളാന്റെ അടുക്കലേക്ക് ഉയരാൻ എനിക്കോട്ട് കഴിഞ്ഞതുമില്ല.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു അമല് പൂർത്തിയാക്കി ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അങ്ങനെ ഒരു കർമ്മം ചെയ്യണമല്ല, ആ കർമ്മത്തിന്റെ പിന്നിലുള്ള താല്പര്യം അനുസരിച്ചാണ് ആ കർമ്മത്തിന്റെ ഭാവം, കൂലിയും അങ്ങനെ ഇരിക്കും. നല്ല ഉദ്ദേശം ചെയ്ത് നിയ്യത്ത് ചെയ്ത മനുഷ്യന്റെ നല്ല ആള് വളരെ മോശപ്പെട്ട മനുഷ്യനായിരിക്കാം. ആ മനുഷ്യൻ നന്നാകാൻ തീരുമാനിച്ചാൽ ഒന്നാം ദിവസം തന്നെ സ്ഥിരമായി ഒന്നുകൊടുത്ത് നിസ്കരിക്കുന്നവനേക്കാൾ പള്ളിയിൽ സ്ഥിരമായി നിന്ന് നിസ്കരിക്കുന്ന ആളെക്കാൾ ചില ഇഖ്ലാസ് ചിലപ്പോൾ നന്നാകണ ദിവസം മനുഷ്യൻ ഒന്നാം ദിവസം മുതൽ കാണിക്കും. എന്തുകൊണ്ട്? മറ്റവനത് സമ്പ്രദായ. ഏത്? സ്ഥിരം നിസ്കരിക്കണമെന്ന് അതൊരു സമ്പ്രദായ. ഇവനത് സമ്പ്രദായമല്ല. തൻ്റെ ദോഷത്തെ പറ്റി അവനിപ്പോൾ ഓർമ്മയുണ്ട്. അള്ളാഹു സ്വീകരിക്കണമെന്നുള്ള നിർബന്ധ ചിന്ത ഉണ്ട്. അതുകൊണ്ട് ഉളു കൊടുക്കലും ഉളുവിൻ്റെ നേരത്തോ കാര്യം, നിസ്കരിക്കുന്ന നേരത്തോ കാര്യം, നിസ്കാരം കഴിഞ്ഞാലും ഓൻ കാര്യം. ഓൻ്റെ മനസ്സിൽ ആര് മാത്രമാണ് ഉള്ളത്? ഓൻ്റെ ദോഷവും അള്ളാഹുവിൻ്റെ പൊറുക്കലും. മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സിൻ്റെ ഭാവത്തിനാണ് കൂലി ഉണ്ടാവുക. നിസ്കാരം എല്ലാവർക്കും ഒരുപോലെയാണേനോ. അതാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ചെയ്ത കർമ്മത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. സത്യത്തിൽ കർമ്മം നിങ്ങളുടേതല്ല. ആരുടേതാണ്? അള്ളാഹുവിന്റെ. ആ കർമ്മത്തിന്റെ നിയ്യത്താണ് അടിസ്ഥാനം. അള്ളാഹു നിയ്യത്ത് നന്നാക്കി തരട്ടെ. അതാ നോക്ക്, നിങ്ങൾ ചെയ്തതിനനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. നിങ്ങൾ നല്ല ഇഖ്ലാസോടുകൂടി നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കൂലി കിട്ടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവനിപ്പോൾ ഒരു അബദ്ധം സംഭവിച്ചു പോയതാണ്. നേരത്തെ പറഞ്ഞ ശുബഹത്തിന്റെ പത്തകിന് പിന്നെ അവന് എന്തൊക്കെ കൂലി കിട്ടി? ആ പെണ്ണിന് മഹർ കൊടുത്ത കൂലി കിട്ടി, പിന്നെ ആ പെണ്ണിനെ പോറ്റ കൂലി കിട്ടി. 3 മാസത്തിന്റെ ഈ സലാഹത്ത് കുറവ് കഴിയുന്നവരെ ഈ പെണ്ണിന് വെള്ള ഭക്ഷണവും വസ്ത്രവും കൊടുക്കേണ്ടത് ആരാ? ഇവന്. അക്കൂലിയും കിട്ടി. എന്നാ അവൻ അർഹതല്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. പിന്നെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിൻ്റെ രംഗങ്ങളിലെല്ലാം കുട്ടിയെ പോറ്റി വളർത്തി ആ ഒരു നല്ല മനുഷ്യനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. അതിൻ്റെ ഒക്കെ കൂലി കിട്ടി. ഒരു കുട്ടീനെ നല്ല മനുഷ്യനെ കൊണ്ട് കെട്ടിച്ചാലും അള്ളാഹു തആല സ്വർഗം കൊടുക്കുന്ന മുത്ര. എന്നാലോ ഇത് എൻ്റെ ഭാര്യയുടെ കുട്ടി അല്ല താനും. സംഭവിച്ചത് എന്താ? ശുഭത്തിന്റെ പത്ത. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പക്ഷെ അവൻ്റെ മനസ്സിന്റെ ഭാവ അവൻ നല്ലോനാ. ഒരു തമ്മാടിത്തരം അവൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലാവില്ല പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ഇതിലെന്താ സംശയം ചോദിക്ക്. തിരിഞ്ഞില്ലല്ലോ പടച്ചോനെ. പുതിയ മസല എന്താ പടച്ചോനെ? ഇല്ല, ഭാര്യ തരില്ല, മറു കൊടുക്കണം. അതോന്റെ സൗകര്യം. നാട്ടു മര്യാദയാ പറയണത്. എൻ്റെ നാട്ടിൽ അങ്ങനെ സംഭവം ഉണ്ടായാൽ ഒഴിവാക്കിയാൽ ഇനി ആരിത് എടുക്കണം? അത് പള്ളിക്കമ്മിറ്റി ഏറ്റെടുക്കണോ? അത് നമ്മൾ സന്നദ്ധ സംഘടനകളിൽ ചെറുപ്പക്കാരായി ഇറങ്ങണോ? അതൊന്നും ഇവിടെ ഇസ്ലാമിൻ്റെ നിയമ പറഞ്ഞത്. മുഹ് ക്ലിയറുള്ള ചങ്ങാതി അത് ഒഴിവാക്കൂല. ആര്? ഭർത്താവ്. ഇത് ശുബഹത്താണ്. മനസ്സിലായോ? ഇത് ശുബഹത്താണ്. ഇത് എന്തുകൊണ്ട്? ഇതിൽ തിരിച്ചറിവ് എന്നൊരു സംഗതി ഇല്ല. മഹർ കൊടുക്കണം എന്നത് എന്തുകൊണ്ട്? ഈ പെണ്ണിനെ ഇവൻ അനുഭവിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം? മഹർ മിഥിൽ കൊടുക്കണം. അത് പറഞ്ഞുറപ്പിച്ചിട്ടുള്ള മഹർ അല്ല. ഇവളെപ്പോലത്തെ പെണ്ണുങ്ങൾക്ക് സാധാരണ എന്താണോ മഹർ അത് കൊടുക്കണം. നിക്കാഹ് ഇല്ലല്ലോ. നിക്കാഹ് എന്നൊരു സംഗതി ഇല്ല. ഒരു പക്ഷേ മഹർ കൊടുക്കേണ്ടി വരും. മഹറിന് എപ്പോഴും ഒരു പൂർണ്ണമായ ഒരു പെണ്ണ് അവകാശപ്പെടും എപ്പോഴാ? ഒന്നാമത്തെ വത്തയിൽ. മനസ്സിലായില്ല? ഒരു പെണ്ണ് എപ്പോഴാ മഹറിന് അവകാശിയാകല്? പെന്താനട കുട്ടികളെ ഉറങ്ങണത്. ഒരു മഹറിന് ഒരു പെണ്ണ് പൂർണ്ണമായി അവകാശി ആകൽ എപ്പോഴാണ്? ശാരീരികമായി ബന്ധപ്പെടാം. ആദ്യ രാത്രി 2 രാത്രി ഒന്നും പറയല്ലടാ, എന്നെ പൊട്ടനാക്കല്ലേ. ഇങ്ങനെ പറയേ രാത്രി പകലൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിക്കാഹ് കഴിഞ്ഞതിനെ പിറ്റേന്ന് ഓളെ കൊണ്ടുപോയിട്ടുണ്ടാവും. മനസ്സിലായില്ല? ഇവിടെ രാത്രിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തായി? മഹർ നിർബന്ധമായി. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞത്? ശാരീരികമായി ബന്ധപ്പെടുന്നതോട് കൂടി എന്തായി? മഹർ പൂർണ്ണമായി അവകാശിയായി ആ പെണ്ണ്. ഇവിടെ ആ സംഭവം നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത്, മഹർ കൊടുക്കുക എന്നുള്ള സംഗതി പറഞ്ഞത്. കാരണം അങ്ങനെയാണ്. ഒരു പെണ്ണിന്റെ ബുദാത്തിനൊരു വില ഉണ്ട്. ആ പെണ്ണിന്റെ അവയവത്തിന്, അവന്റെ ലൈംഗിക അവയവത്തിന് ഒരു വില ഉണ്ട്. ആ വിലയാണ് അതിന്റെ മര്യാദ. ആ വില പറഞ്ഞാൽ അടിമയാക്കലോ കൂലിയാക്കലോ ഒന്നല്ല. അതൊരു വിലയാണ്, അതൊരു മഹത്വമാണ്. വില ഇല്ലാത്ത സാധനം, വില ഉള്ള സാധനം അങ്ങനെ ഉണ്ടല്ലോ. മനസ്സിലായില്ല? ഈ ക്ലാസ്സിന്
ഈ ക്ലാസ്സിന് വരണമെങ്കിൽ ഓരോ ക്ലാസ്സിനും 100 രൂപ ഇതിന് ഫീസ് വെച്ചാൽ നിങ്ങൾ 8 മണിക്ക് ഇവിടെ ഒന്ന് ക്യൂ നിൽക്കും. എന്തുകൊണ്ട്? മനസ്സിലായില്ല. എന്തുകൊണ്ട്? ഫീസ് അടച്ച സാധന എന്തിനാ നമ്മൾ വെറുതെ കളയണത് എന്ന്. അങ്ങനെയാ. ആരാം വാങ്ങിയ പീഡിയക്കൊലി മറ്റേ മനോരമ പേപ്പർ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 1-2 ഹെഡിങ് വായിച്ച് അവിടെ മറിച്ച് വായിച്ച് പിന്നെ ഒന്നുകൂടി നോക്കി ചായ കുടിച്ച് എണീറ്റു പോകും. എങ്ങാനും ഒരു ബസ് യാത്രയിൽ മനോരമ മാതൃഭൂമി പറഞ്ഞപ്പോ ഇജൊരു മനോരമ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ചായിട്ട് പ്രിന്റഡ് ആൻഡ് പബ്ലിഷഡ് ബൈ KM മാത്യുവിന് വരെ വായിക്കും. കാരണം എന്റെ പൈസയാണ്. വില എന്ന് പറഞ്ഞാൽ അതൊരു മഹത്വമാണ്. പെണ്ണിന് വില കൊടുത്തത് അവളെ അടിമയാക്കാനല്ല, അവളെ മഹത്വമാണ്. ഒരു വില, ഒരു മഹത്വമാണ്. അതാണ് അതിന്റെ അർത്ഥം. പകുതി നിക്കാഹ് കൊണ്ട് പകുതി, വത്ത് കൊണ്ട് പൂർത്തി. ഒരു കുഴപ്പമില്ല. മഹർ ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ല. മനസ്സിലായില്ല. ഒരു പെണ്ണ് നമ്മൾ മാഷ പ്രത്യേക ചോദിച്ചത് മഹർ ആ പെണ്ണ് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മളിപ്പോ നടാടെ കെട്ടുന്ന പെണ്ണുങ്ങൾ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി മഹർ കഴിച്ച് കെട്ടി ഇതാ കെട്ടാൻ പോണ പെണ്ണ് പറഞ്ഞു എനിക്ക് എന്ത് വേണ്ട, ഇന്നല്ല പുതിയാപ്പിള മതി, ആ പുതിയാപ്പിള എനിക്ക് മഹറും തരണ്ട. അൽഹംദുലില്ലാ. അതിലെന്ത് പ്രശ്നമുള്ളത്? മനസ്സിലായി പറഞ്ഞ അതിലെന്താ പറഞ്ഞ? ഒന്നും കൂടി എന്താക്കി നല്ല ആടിനെ വാങ്ങിയിട്ട് പെരിയാൻ വെച്ച് മൂലരെ വിളിച്ചു കൊടുത്തോ? അല്ലാതെ മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കൂല, പൊരുത്തപ്പിടിക്കണം. കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കൂല, അവസാനം പൊരുത്തപ്പിടിക്കല പെണ്ണുങ്ങളെ കൊണ്ട് ലാസ്റ്റ്. അങ്ങനെയൊക്കെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല. അജിനൊപ്പം പൊരുത്തപ്പിടിക്കും, മരിക്കണൊപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പൈസ ഉണ്ടാവില്ല. അതാ കാരണം. ഇവിടെ നമ്മളെന്താ ഇതൊക്കെ ഇസ്ലാമിന്റെ കാര്യം ഒക്കെ വ്യക്ത എല്ലാം അങ്ങനെ സംഭവിച്ചാലോ അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന് പരിഹാരം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ? നട്ടോട്ട ഓടേണ്ട ഒരു വിഷയം മുസ്ലിമിനില്ല. എല്ലാ കാര്യവും മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ എല്ലാം പറഞ്ഞിട്ടുണ്ട്. മണിയായി പറഞ്ഞിട്ടുണ്ട്. 23 കൊല്ലം കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മൊത്തം കാര്യം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം മുസ്ലിമിനില്ല, ഒരു പ്രശ്നമില്ല. അത് മനുഷ്യലോകം അംഗീകരിക്കുന്ന ബുദ്ധിയാണ് നബി പറഞ്ഞൊക്കെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങളത് ശരിക്കും ആലോചിച്ച് നോക്കി, ഇത് എത്ര വലിയ ബുദ്ധിയാണ് നബി പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? ഈ പെണ്ണിനെ അവൻ അനുഭവിച്ചു. ഇനിയിപ്പോൾ അനുഭവിച്ചാൽ പിന്നെ അവിടെ എന്തുണ്ടാവും? ഈ നുത്തുഫത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കണം. നുത്തുഫത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം, ഈ കുട്ടി ലാവാറിസാകാൻ പാടില്ല, കുട്ടി ഒരാളെ ഏറ്റെടുക്കേണ്ടി വരും. മനസ്സിലാവുന്ന പറഞ്ഞത്? കുട്ടിയെ എത്രത്തോളം ത്വലാഖിന്റെ ബാബിൽ ഒന്നാമത് പറഞ്ഞ എന്താ? ത്വലാഖിന്റെ ബാബിലെ ത്വലാഖ് എന്ന് പറഞ്ഞ അടുത്ത പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? എന്താ? ആയത്തെടുക്ക്, അൽബക്കർ എടുക്ക് 232 ആയത്തെടുക്ക്. അൽബക്കർ ത്വലാഖ് പറഞ്ഞിട്ട് ത്വലാഖ് മറത്താനി 231 ആയിരിക്കും. 232 എടുക്ക്. നിങ്ങൾ പെണ്ണുങ്ങളെ ത്വലാഖ് എല്ലി കഴിഞ്ഞാൽ അടുത്തായത് ഫബലഗന അജലഹുന്ന ഫലാ തഅദുലുഹുന്ന അൻകഹന അസ്വാജഹുന്ന ഇദാ തറാദു ബൈനഹും ബിൽ മഅറൂഫി. പിന്നെ ذاك يقال به من كان يؤمن بالله واليوم الآخر. പിന്നെ ذلكم അസ്കാലക്കും വഅത്ഹറു വല്ലാഹു അഅലമു വഅൻതും ലാ തഅലമുൻ. ല്ലേ അടുത്തായിട്ട് والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها ولا تضار والدة بولدها ولا مولود له بولده. പിന്നെ وعلى الوارث مثل ذلك وإن أرادوا أن تسترضعوا فصالا عن تراض بينهما بالمعروف وتشاور فلا جناح عليهما
വഇൻ തറത്തും അൻ തസ്തർദിഉ ഔലാദകും ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതൈതും ബിഹി ബിൽ മഅറൂഫ് വത്തഖും. ത്വലാഖ് പറഞ്ഞ ഉടനെ പറഞ്ഞ എന്താ? കുട്ടിയൊക്കെ മുല കൊടുക്കണം. എന്ത് ത്വലാഖ് എന്ന് പറഞ്ഞ അടുത്തായത് അൽ ബഖറ 228, 29, 30, 31, 32 ആയത്ത് ത്വലാഖിനെ പറ്റിയാ. 33-ാമത്തെ 233-ാമത്തെ ആയത്ത് ത്വലാഖ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്താ? മനസ്സിലായില്ല. പിന്നെ പക്ഷെ എന്താ? കുട്ടിക്ക് മുല കൊടുക്കാൻ എന്താണ് പറഞ്ഞ്? നിങ്ങൾക്ക് പാണിനെ വേറെ പെണ്ണിട്ടാ, പെണ്ണിനെ വേറെ കെട്ടിക്കും ചെയ്യാ, കുട്ടി നാശാവും. അതുകൊണ്ട് ഇസ്ലാം ഒരു കാരണം നിങ്ങളെക്കാൾ വലിയതാണ് ഇസ്ലാമിന് അടുത്ത തലമുറ. നിങ്ങളെ കാര്യം നാശാകാൻ തീരുമാനിച്ച് ഇത് നിരപരാധിയാണ്. അതുകൊണ്ട് 2 കൊല്ലങ്ങൾ പെണ്ണിനെ ത്വലാഖല്ലേ എന്ന് വിചാരിച്ച പെണ്ണിന് ചെന്നി നായകൻ തേക്കാൻ പാടില്ല. മനസ്സിലായില്ല. ഇവളെ ത്വലാഖിൽ ഇവൾ എന്ത് ചെയ്ത്? ഗർഭമുള്ള സമയത്ത് ത്വലാഖല്ലേ, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ മറ്റോൻ ത്വലാഖില്ലാൽ നിഫാസ് രക്തം കഴിഞ്ഞാൽ ഇവക്ക് വേറെ പുതിയാപ്പളിനെ കെട്ട. ഇവന് നിഫാസിന്റെ നോട്ടവനെ ഇല്ലല്ലോ, ഇവൻ എപ്പോഴും കെട്ട. എടയിൽ ആര് പെടും? ഒരു കുട്ടി പെടും. അവിടെ എന്താ പ്രശ്നം? പുതിയാപ്പളിന്റെ അടുത്ത് പോകാൻ വേണ്ടി ചെന്നി നായകൻ പെണ്ണ് തേക്കാൻ പാടില്ല. അതാണ് എന്ത് ത്വലാഖ് ചെല്ലിയാലും 2 കൊല്ലം പൂർത്തിയായി എന്ത് ചെയ്യേണ്ടി വരും? മോനെ കൊടുക്കേണ്ടി വരും. കുതിര വിടണ്ട. പിന്നെന്താ പറഞ്ഞത്? വയലൽ മൗലൂദി ലഹു, ആരെ കുട്ടിയാണോ ഇവള് പ്രസവിച്ചതെങ്കിൽ ആ ചങ്ങാതി കൊടുക്കണം. 2 കൊല്ലം ത്വലാഖിയല്ലേ പെണ്ണിന് എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം. ബിൽ മഅറൂഫി, നല്ല നിലക്ക്. അതിന് കെട്ടിക്കാര്യം നിർത്ത പമ്പർന്നാളല്ലോ എന്ന് താളം കാട്ടിയാ പോരാ. ബിൽ മഅറൂഫി, ഇവിടെ മോനയിൽ പാലുണ്ടെങ്കിൽ പ്രോട്ടീൻ, നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം. എന്നാലും ഇവിടെ മോനയില് പറയടാ ഇത് ഇസ്ലാമാണ്, നിങ്ങളെ കുതിര വിടലല്ല. എന്തൊരു കാര്യവും വ്യക്തമായി പറയാതെ ഇസ്ലാം കടന്നുപോയിട്ടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പിന്നെ ഇവൾക്ക് ഇനി 2ാമത്തെ പുതിയാപ്പളിന്റെ അടുത്തേക്ക് ഇങ്ങനെ മുല കൊടുക്കണ കുട്ടിയും കൊണ്ട് പോകാൻ പറ്റൂല. എന്നാ നിർത്തിക്കോ. പക്ഷെ എന്ത് ചെയ്യണം? മുല കൊടുക്കാൻ വേറൊരാളെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചാ പോരാ. ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫി, നല്ല നിലക്ക് അപ്പെണ്ണിനുള്ളതും കൊടുക്കണം. തിരിഞ്ഞിട്ടില്ല. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് ഇസ്ലാമാണ്. കുട്ടി എന്താ വിചാരിച്ച്? ഇത് ഇസ്ലാമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇങ്ങനത്തെ ഒരു മതത്തിൽ നമ്മളാക്കിയാലോ. നിങ്ങൾ ബൈബിള് മുങ്ങി തപ്പിയാ കാണും. ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ച്? ഇത് ഇസ്ലാമാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഈ കുട്ടി മഹൃദൊക്കെ പറയണെന്നു എവിടെയും മാന്യമായ ഒരു പൂർത്തീകരണം. ഇതൊക്കെ ഇതിൽ അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് അല്ലാത്ത ജഡ്ജ്മെന്റ് നടക്കൂല. കഴിഞ്ഞില്ലേ, ഞാനോടും പറയണ്ട. ഇതല്ലല്ലോ വർത്താനം. കഴിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ നടന്ന് ഇനിയിപ്പോ എന്താ നമ്മൾ കേട്ട പരിപാടിയില്ല. കഴിഞ്ഞിക്കണമെങ്കിൽ അതിനൊരു പെണ്ണുമായി ആണ് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ അവളെ ഗർഭപാത്രത്തിൽ ബീജം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമാണ്. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്നറിയോ? അത് ഉണ്ടോ അല്ലേ? കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടിയെ പ്രസവിച്ചാലും പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഇതൊക്കെ വിഷയമാണ്. നീ 2 കൊല്ലം ഈ കുട്ടി മുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ചെലവിന് ആര് കൊടുക്കണം? ശുഭത്തിന്റെ 10 നടത്തിയോണ്ട്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ജഡ്ജ്മെന്റ് കൃത്യമായിരിക്കും. ഇത് ഇസ്ലാമാണ്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ ജഡ്ജ്മെന്റ് കൃത്യമായിരിക്കും. ഇത് ഇസ്ലാമാണ്. ജഡ്ജ്മെന്റ് വളരെ കൃത്യമായിരിക്കും. നമ്മളിവിടെ ഈ വിഷയം കൊണ്ടുവന്നത് എന്താ അറിയോ? മനസ്സിന്റെ ഭാവമാണ് യഥാർത്ഥം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം കൊണ്ടുവന്നത്. അതിലിടയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയതാണ്. എന്ത് നിക്കാഹ്, തലാഖ്, അങ്ങനെ പൈസ കൊടുക്കണ്ടേ, അങ്ങനെ മഹർ കൊടുക്കണ്ടേ, മഹർ വാങ്ങിയിട്ടില്ലെങ്കിലോ ഒന്ന് മാഷിക്ക് പേടി. മഹർ വാങ്ങിയിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ കൊടുത്ത മഹറൊക്കെ നമ്മളെ പെണ്ണുങ്ങൾ തിരിച്ചെന്നാ അൽഹംദുലില്ലാ. മാന്യുള്ള കാലത്ത് മഹറൊന്ന് തിരിച്ചു തരണം അവർക്ക് തോന്നിയാ വലിയ അൽഹംദുലില്ലാ. ഈ ജാതി സമയത്തൊക്കെ തിരിച്ചു തരാനുള്ളത് തിരിച്ചു തരേണ്ടത്. അതൊക്കെ നല്ല കാര്യം. അതൊന്നും ഇവിടെ വിഷയമല്ല. സ്വർണ്ണ ഇങ്ങനെയൊക്കെ സ്വർണ്ണത്തിനല്ല. അപ്പൊ ഇത് ഇസ്ലാമാണ് കുട്ടിയെ. ഇത് നിങ്ങൾ എന്താ അൽഹംദുലില്ലാ, ഒരു അൽഹംദുലില്ലാ എന്ന് പറയാ. അള്ളാഹ് നമ്മളെ മുസ്ലിം ആക്കിയില്ലേ മനുഷ്യന്മാരെ? ഇതെന്തൊരു മതമാണ് മനുഷ്യന്മാരെ? മണിയല്ലേ പറഞ്ഞപ്പോ ഈ ഒരൊറ്റ ആയത്തിൽ ഇപ്പൊ എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? മുല കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി 2 കൂട്ടക്കാരും മുഷാവറ ചെയ്തിട്ട്
പെണ്ണിന്റെ വാപ്പ പറഞ്ഞ് എൻ്റെ പെണ്ണിന് പുതിയാപ്പളുണ്ട് അതിന് ഒടിഞ്ഞു പൊങ്ങി കൊണ്ട് വേറെ ഇത്തനെയും കൊണ്ട് കുട്ടീനെയും കൊണ്ടൊന്നും അവിടെ കയറി ചെല്ലാൻ പറ്റൂല. അപ്പൊ അപ്പനും പറഞ്ഞു ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഒരാളെ ഏൽപ്പിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ മൂന്നാമത്തെ ആളെ ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിനുള്ളതിൽ കണ്ടെത്തണം. അത് നിങ്ങൾ മുഷാവറയിൽ തീരുമാനിക്കണം. ഫലാ ജനാഹ അലൈഹിമ എന്താ പറഞ്ഞ ഇതാ തറ അലൈഹിമ തസ്തർദിഉ. അതിന് മുമ്പ് അൻ തശാവുരി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്താ വൈന അറാദ ഫിസാലൻ എന്ന് പറഞ്ഞല്ലോ. വൈന അറാദ ഫിസാലൻ തറാളി മിന്നുമാ തശാവുരി. രണ്ട് കക്ഷിയും തൃപ്തിപ്പെട്ടും. തറാളി എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷിയും ആണിന്റെ തൊലാക്ക് എന്നോ നടന്നു വയ്ക്കണത്. ഇവിടെ കുട്ടിമ്മലാണ് കളിക്കണത്. എന്നിട്ട് രണ്ട് കക്ഷിയും തറാളി ഇഷ്ടപ്പെട്ടും തശാവുരിൻ മുഷാവറ ചെയ്തു. മനസ്സിലായില്ല? അപ്പൊ അവിടെ നാട്ടുകൂട്ടൻ രണ്ട് കൂട്ടത്തിനും അവിടെ എന്താവണം, ഇറങ്ങണം. എല്ലാരും കൂടി ഇറങ്ങിയാൽ ഒരു മാന്യമായ തീരുമാനം ഉണ്ടാവുള്ളൂ. പുതിയാപ്പള പറയട്ടെ, പുതിയെന്ന് പറഞ്ഞു ഇനി നിനക്ക് മുതലെടുക്കാൻ കൊടുക്കാൻ പറ്റൂല, അത് നടക്കൂല. മനസ്സിലായില്ല? അവളെ മേൽ പോലീസ്, ഇസ്ലാമിക കോടതിയാണെങ്കിൽ പോലീസ് വന്നിട്ട് മുല കൊടുപ്പിക്കും. മനസ്സിലായില്ല? കാരണം മുല കുടിക്കൂല, ഞാൻ ഇനി മുല കൊടുക്കൂല എന്ന് പറയാൻ പറ്റുക്ക് പറ്റൂല. കാരണം ഇവളെന്തിനെ പ്രസവിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും, മുല കൊടുക്കേണ്ടി വരും. എന്നാലോ മുല കൊടുക്കൽ നിർത്തണം. ഒന്നിരിക്കൽ ഇവർക്ക് രോഗമാണ്, അല്ലെങ്കിൽ പുതിയൊരു പുതിയാപ്പളുണ്ട്. ആ പുതിയാപ്പള ആകട്ടെ ഇവളെ ഒരു കുട്ടിയും കൊണ്ട് ഏറ്റെടുക്കുകയും ഇല്ല. ഈ കുട്ടിക്ക് മുലകുടിക്ക് പ്രായമാണ്. അപ്പോൾ അവിടെ നാട്ടുകൂട്ടത്തിൽ നിന്ന് ആള് കൂടണം. ആള് കൂടിയാൽ അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, മുഷാവറ എന്ന് പറഞ്ഞത്. മുഷാവറ ഇതാ എന്താ രണ്ട് കക്ഷിയും തൃപ്തിപ്പെട്ടും മുഷാവറ നടത്തിയും മുല കൊടുക്കുന്ന കുട്ടിയെ മുലയെന്ന് വേർപെടുത്താൻ തീരുമാനിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല. എന്തുകൊണ്ട്, എന്താ അവിടെ കുഴപ്പമില്ല എന്നറിയാൻ കാരണം രണ്ട് കക്ഷിയും കൂടി കൂടിയാൽ അവിടെ എന്തേ തീരുമാനമാവുള്ളൂ, ഒരു മാന്യത. കാരണം ഇവിടെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പല പാർട്ടിയിലുണ്ടാവൂലേ, രണ്ട് കൂട്ടരും മുഷാവറ നടത്തല്ലേ. അതങ്ങനെ ശരിയാവൂല, ഇതിങ്ങനെ ശരിയാവൂല എന്ന് പറയാൻ അവിടെ ആളുണ്ടാവും. അപ്പൊ അവിടെ നീതിയുക്തമായും വളരെ കൃത്യവുമായ ജഡ്ജ്മെന്റ് ഉണ്ടാവുള്ളൂ. എന്തൊക്കെ പറഞ്ഞെന്നറിയോ, രണ്ട് വിഭാഗം പൊരുത്തപ്പെട്ടാ പോരാ. മാന്യന്മാരിറങ്ങിയിട്ട് എന്തൊക്കെ വർത്താനം പറഞ്ഞ്, എന്തെങ്കിലും ഇസ്ലാം, എന്തെങ്കിലും വിചാരിച്ച്, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിമാക്കിയില്ലേ, അൽഹംദുലില്ലാഹ്. അല്ലാഹ് നമ്മളെ മുസ്ലിമാക്കിയില്ലേ മനുഷ്യന്മാരെ, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു അലാ മാ ജഅൽതനാ മുസ്ലിമീൻ വജഅൽതനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ. അല്ലാഹു തആല നമ്മളെ മുസ്ലിമീങ്ങളാക്കി, ഉമ്മത്ത് മുഹമ്മദാക്കി. അൽഹംദുലില്ലാഹ്. പടച്ചോനെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കണം. അപ്പൊ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിന്റെ ഭാവമാണ് യഥാർത്ഥം. നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ പ്രതിഫലങ്ങൾക്ക്, അതായത് കർമ്മത്തിന്റെ നിയത്തനുസരിച്ച് പ്രതിഫലം ഉണ്ടാവും. കർമ്മത്തിന് പ്രതിഫലം എങ്ങനെയാണ്? കർമ്മത്തിന്റെ പ്രതിഫലം എങ്ങനെയാണ്? നിയത്തിനാണ്. കർമ്മത്തിന്റെ പ്രതിഫലം നിയത്തിനാണ്. കർമ്മത്തിന്റെ പ്രതിഫലം നിയത്തിനാണ്. അങ്ങനെയാണ് തീർച്ചയായും. അപ്പൊ കൂലി ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ്. നിയ്യത്തനുസരിച്ച് കൂലി ഉണ്ടാവും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലിന്റെ അടിസ്ഥാനം അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് നന്നാക്കണം? നിയ്യത്ത് നന്നാക്കണം. അല്ലാഹു തആല തൗഫീഖ്. ഉമ്മദാന യൗമ തുബ്ലസ് സറായിർ. രഹസ്യം വെളിവാക്കപ്പെടുന്ന ദിവസം. ഏത് അമലിന്റെയും അടിസ്ഥാനം എന്താണ്? ഏത് അമലിന്റെ അടിസ്ഥാനം എന്താ? നിയ്യത്താണ്. അതാണ് രഹസ്യം. നന്മ ചെയ്താലും തിന്മ ചെയ്താലും ചിലപ്പോൾ തിന്മക്കും ചിലപ്പോൾ എന്തുണ്ടാവും എന്നറിയും, തിന്മയും കബൂലാവും. തിന്മ കബൂലായല്ലോ, പ്രത്യക്ഷത്തിൽ തിന്മയാണല്ലോ ഹദർ ചെയ്തത്, കൂലിട്ടുവല്ലോ. പക്ഷെ അതിന്റെ രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണ്? അവസാനം പറഞ്ഞു, ഇതിപ്പോ പറയാനായിട്ടില്ല, പിന്നെ പറഞ്ഞു. ഇതൊക്കെ റബ്ബിന്റെ രഹസ്യമാണ്, മുഴുവൻ എനിക്കറിയില്ല. റബ്ബിനോട് ചോദിച്ചാളാ. എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. പ്രത്യക്ഷത്തിൽ തെറ്റായ കാര്യമാണ് ആര് ചെയ്തത്? ഹദർ ചെയ്തത്. പക്ഷെ ഹദറിന് കൂലിട്ടു. കാരണം അതിന്റെ പിന്നിൽ നിയ്യത്തല്ലതാ. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു 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 നന്നാക്കി തരട്ടെ. ബനു ആമിർ എന്ത് ചെയ്ത്? ബനു ആമിർ പള്ളി ഉണ്ടാക്കി. പള്ളി ഒരു ഒരു അസഫൂർ, ഒരു പൈങ്ങാക്കിളി, ഒരു ചെറിയ കിളി, അടക്കാക്കിളി ഇരിക്കുന്ന കൂടിന്റെ അത്ര പോകുന്നൊരു പള്ളി ഉണ്ടാക്കിയാലും
ആ മനുഷ്യന് സ്വർഗത്തിൽ മണിമാളിക കൊടുക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഖുബാവ് പള്ളിയുടെ പരിസരത്ത് മസ്ജിദ് ദിറാർ ഉണ്ടാക്കി ബനു ആമിറുകൾ. ഈ മസ്ജിദ് ദിറാർ ഉണ്ടാക്കിയപ്പോൾ റസൂലുള്ളാഹി അത് പൊളിച്ചൊളിയാൻ വേണ്ടി കൽപ്പിച്ചു. എൻ്റെ പള്ളി ഉണ്ടാക്കിന് ഭയങ്കര കൂലിട്ട് വരും, പക്ഷേ എന്തില്ല, നിയത്ത സഹിയല്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് വല്ലദീന തഖാലു മസ്ജിദൻ ളിറാറൻ വല്ലദീന തഖാലു മസ്ജിദൻ ളിറാറാ. തൗബ സൂറത്ത് 8 മറ്റോ നോക്കി, 108 മറ്റോ ആയിരിക്കും തൗബ സൂറത്ത്. തൗബ ആയിരിക്കും 108 മറ്റോ അവനാ സാധ്യത. വല്ലദീന തഖാലു മസ്ജിദൻ ളിറാറൻ وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون لا تقم فيه أبدا لمسجد أسس على تقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. ആയത്ത് നോക്ക്, അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ആയത്തിലേക്ക് നോക്ക്. ഇതൊക്കെ എല്ലാവർക്കും തെളിവാക്കി കൊണ്ടുവരാവുന്നൊരു ആയത്താണ്. പള്ളി ഉണ്ടാക്കിയതിനെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. വലിയ പള്ളി ഉണ്ടാക്കി. ബനു ആമിർ ഖബീലക്കാർ വലിയ പള്ളി ഉണ്ടാക്കി. അവരാരാണെന്നറിയോ? അവർ മുനാഫിക്കിന്റെ മുനാഫിക്കങ്ങളാ, യഹൂദികളാ, കൂട്ടാളികളാ. വല്ലദീനത്തെ ഒരു വിഭാഗം ആളുകൾ ഇത്തഖദു അവരുണ്ടാക്കി മസ്ജിദൻ ഒരു പള്ളിയെ ളിറാറൻ കുഴപ്പത്തിന് വേണ്ടി വകുഫറൻ കുഫറിന് വേണ്ടിയും വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയും വഇർസാദൻ ലിമൻ ഹാറബ റസൂലുള്ളാഹി വറസൂല അല്ലാഹുവിനോടും റസൂലിനോടും മിൻ ഖബലു നേരത്തെ തന്നെ യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾക്ക് ഒരുങ്ങി പറക്കാൻ വേണ്ടിയും. അപ്പൊ അവർക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നു. പള്ളിയാവുമ്പോ എന്താണ്? പള്ളിയാവുമ്പോ ആർക്കും അവിടെ കൂടാ. ഉള്ളിൽ ചർച്ച ചെയ്യുമ്പോൾ ദിക്റാന്ന് വിചാരിക്കും. നബിയും അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം ചെയ്യൽ എങ്ങനെയെന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാ? വേറെ എവിടെയാണെങ്കിൽ ആള് പരിശോധിക്കും. ഉള്ളിൽ പള്ളിനുള്ളിൽ കൂടിയപ്പോ അങ്ങനെ ചർച്ച ഉണ്ടാവില്ലല്ലോ. ഇത് വിചാരിച്ചിട്ടാണ് മുനാഫിഖീങ്ങൾ എന്ത് ചെയ്തത്? പള്ളിയിലാക്കി. പിന്നെ ആ വിഭാഗമാകട്ടെ തീർച്ചയായും സത്യം ചെയ്യുകയും ചെയ്യും. ഇന്നറദിന ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലൽ ഹുസ്ന നന്മയല്ലാതെ. സത്യം ചെയ്യും. അതുപോലെ വകുപ്പിൽപ്പെട്ടതാ. അങ്ങനെയാണ്. ഇന്നലെ എന്നോട് ഒരു ആൾ പറഞ്ഞ് നിരീശ്വരവാദി സത്യം പറഞ്ഞു അള്ളാണ് അള്ളല്ല കേട്ടോ. മനസ്സിലായില്ല. അള്ളാണ് സത്യം, അള്ളല്ല. മനസ്സിലായില്ല. ഇന്നലെ എന്നോടൊരു ഒരാൾ തമാശയെ പറഞ്ഞ് നിരീശ്വരവാദിന്റെ ഇമാം പോലും ഇപ്പം നമ്മളെ കാലത്ത് ഇല്ലല്ലോ ഉസ്താദ് പറഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ അയാൾ ഉദാഹരണം പറഞ്ഞു. നിരീശ്വരവാദി അള്ളല്ല എന്നുള്ളതിന് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അള്ളയാണ് സത്യം, അള്ളല്ല എന്നാണ് എന്ന് പറഞ്ഞത് പോലെന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ പോലെ യഹ്ലിഫുന്ന ഈ വിഭാഗം അള്ളാനെ പിടിച്ച് സത്യം ചെയ്ത് പറയും. എന്ത്? ഇൻ അറദിന ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലൽ ഹുസ്ന നല്ലതല്ലാതെ. വല്ലാഹു യശ്ഹദു അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇന്നഹും ലകാദിബൂൻ ഇവർ നോണയാണ് പറയുന്നത്. ലാ തഖും ഫീ അബദ ആ പള്ളിയിൽ ഒരു കാലത്തും നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ലമസ്ജിദ് ഒരു പള്ളിയാണ്. തഖ്വയുടെ മേൽ അസ്ഥിവാരമിട്ട പള്ളി മിൻ അവ്വലിയവും ഒന്നാം ദിവസം മുതൽ അഹഖു അൻ തഖൂമ ഫീഹി ആ പള്ളിയിലാണ് നിങ്ങൾ താമസിക്കേണ്ടത്, നിങ്ങൾ കയറേണ്ടത്. ഫീഹി റിജാലുൻ അതിൽ ആണുങ്ങൾ ഉണ്ടായിരിക്കും. യുഹിബ്ബൂന അൻ യതതഹറു അവർ ശുദ്ധി ഉണ്ടാവാൻ വളരെ താല്പര്യമുള്ളവരാണ്. വല്ലാഹു യുഹിബ്ബുൽ അകവും പുറവും ശുദ്ധിയുള്ളവരാ. അവരിൽ ഒരു അകത്തവർക്ക് ഇവിടെ പുറത്തെ ശുദ്ധി മാത്രമല്ല മറ്റൊരു കുതന്ത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? പള്ളി ഉണ്ടാക്കിയത്. ഇവർക്ക് കുതന്ത്രത്തിന്റെ ഉദ്ദേശം ഇല്ല. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ ശുദ്ധി അകവും പുറവും ശുദ്ധിയുള്ളവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇവിടെ അള്ളാഹ് എന്ത് പറഞ്ഞ്? പള്ളി എന്ത് പറഞ്ഞ് പറയടാ? ഇവിടെ പള്ളി പൊളിക്കാൻ പറഞ്ഞ് പള്ളി കയറാൻ പാടില്ലായിരുന്നു അല്ലേ? നോക്കിയടാ മുസാഫ് എന്താണടാ മേപ്പെട്ട് നോക്കിയിരിക്കണത്? മുസാഫിലേക്ക് നോക്കിയടാ. പള്ളി കയറാൻ പാടില്ല എന്ന് ആരണ്യ
എന്താണടാ പോട്ടന്മാരെ പോലെ ഇരിക്കുന്ന? പള്ളി കയറാൻ പാടില്ല എന്നത് ആരെന്നെയാണടാ കുട്ടിയെ? അല്ലല്ലേ ഓതടാ ആയത്തില്ല തക്കും ഫീഹി അബദാ. നിങ്ങൾ ഒരു കാലത്തും ആ പള്ളിക്ക് ചവിട്ടാൻ പാടില്ല. ആ പള്ളിക്ക് ഒരു കാലത്തും ചവിട്ടാൻ പാടില്ല. ഇതെന്താ സാധനം? പള്ളിയല്ലേ ഇത്? പള്ളിയല്ലേ? പള്ളിയാണ്. പക്ഷെ ഉണ്ടാക്കിയവരെ നിയത്ത് നല്ലതല്ല. ഇന്നിപ്പോ നമ്മളെ ആലോചിച്ചാൽ കിട്ടും പലതും. ഇന്നിപ്പോ നമ്മളെ ആലോചിച്ചാൽ നമുക്ക് പലതും കിട്ടും അല്ലേ? സംഘടനന്റെ വികസനത്തിന് വേണ്ടി മറ്റൊക്കെ പള്ളി ഉണ്ടാക്കിയ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അവരുടെ ലക്ഷ്യം ആരല്ല. ഞാനൊരു വിഭാഗം എന്ന് മാത്രം കരുതി പറയല്ല കേട്ടോ, ചിന്തിക്ക്. പക്ഷെ ചിന്തിക്കാനുണ്ട്. പാർട്ടിയുടെയും സംഘടനയുടെയും വിജയത്തിന് വേണ്ടി ഒരു മഹലിന് തന്നെ ഒരു പള്ളിയൊക്കെ ആളെ തികയാത്തോടത്ത് അപ്പുറത്ത് പോയി പള്ളി ഉണ്ടാക്കിയ ആളുകളുണ്ട്. എന്താ അവരുടെ ലക്ഷ്യം? നല്ലതല്ല. മോമിനിങ്ങൾക്കിടയിൽ ചിതർന്നുണ്ടാക്കുക. ആ പള്ളിയാവൂല. ആ പള്ളി പൊളിക്കാൻ വേണ്ടി മുസ്തഫ നബിയോട് അള്ളാഹു കൽപ്പിച്ചു. റസൂലുള്ളാഹിയുടെ സ്വഹാബികൾ പോയിട്ട് ആ പള്ളി പൊളിച്ച്. പള്ളിയോട് പൊളിച്ച്. ആര് പൊളിച്ച്? സ്വഹാബികൾ പൊളിച്ച്. ആര് കൽപ്പിച്ചു? അള്ളാഹു കൽപ്പിച്ചു. ലാ തഖും ഫീഹി അബദാ. ഒരു കാലത്തും ആ പള്ളിക്ക് ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ദിറാർ. മസ്ജിദ് തഖ്വ എന്ന് പറഞ്ഞത് ഖുബാ പള്ളിയെ പറ്റിയാണ്. മസ്ജിദ് തഖ്വ എന്ന ആ പള്ളിയെ പറ്റി പറഞ്ഞത് കൊണ്ട് ആ പള്ളി പോയി നിസ്കരിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഉംറയുടെ പ്രതിഫലം കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ പള്ളിയെ പറ്റി ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? മസ്ജിദുൽ തഖ്വ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. അതിന്റെ ഫസ്റ്റ് ഫൗണ്ടേഷൻ തന്നെ എന്തുമേലാണ്? തഖ്വയുടെ മേലാണ്. അതിനാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇവിടെ എന്താ? പള്ളി ഉണ്ടാക്കിയത് കൊണ്ട് നന്നാവൂല. എന്തെന്നാവണം? നിയത്ത് നന്നാവണം. ഇവിടെയാണ് പ്രശ്നം. അതാണ് ഇല്ലാമാക്കുന്ത്. എന്തെങ്ങനെയാണ്? എന്താണ് എന്താ പറഞ്ഞത്? ആയത്തെങ്ങനെ? ഇങ്ങനത്തെ എങ്ങനെ? നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല. നിങ്ങൾ അമൽ ചെയ്തതിനനുസരിച്ചത്. അതായത് അമലിന്റെ അടിസ്ഥാനപരമായ നിയത്ത് എന്തോ അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രതിഫലം. പിന്നെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിയത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നിയത്ത് നന്നാവാതെ ഒന്നും നന്നാവില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്തും അപ്പോൾ അതാണ് അതാ സറായിദ്, രഹസ്യം. അതാണ് പരസ്ഥലത്ത് രഹസ്യം എന്ന് പറയുന്നത്. ഒരു അമലിനല്ല പ്രതിഫലം, അമലിന്റെ പിന്നിലുള്ള നിയത്തിനാണ്. ചിലപ്പോൾ നിയത്തുണ്ടാവും, എന്തുണ്ടാവില്ല? അമലുണ്ടാവില്ല, എന്നാലും പ്രതിഫലം ഉണ്ടാവും. ചിലപ്പോൾ നിയത്തുണ്ടായി, എന്തുണ്ടായില്ല? അമലുണ്ടായില്ല. അമൽ നിയത്തുണ്ടായി, അമലുണ്ടായില്ല, പ്രതിഫലം ഉണ്ടാവും. ആഗ്രഹിക്കൽ തന്നെ ഖൈറാണ്. ഞാൻ എനിക്കൊരു 10 റുപ്യ കിട്ടിയാൽ ഈ നാട്ടിലെ ക്ഷാമൊക്കെ ഞാൻ തീർത്തിരുന്നു. ഒരാൾ എന്ത് ചെയ്ത്? നിയത്ത് ചെയ്ത്. കയ്യിൽ ഓനെ 10 റുപ്യ ഒന്നും ഉണ്ടായില്ല, എന്നാലും എന്തുണ്ട്? സദക്കന്റെ അസുര കൂലി കിട്ടും. ഒരു 10-2 ലക്ഷം ഉറുപ്പിട്ട് എനിക്കൊന്ന് ഹജ്ജിന് വകയായിരുന്നു. മരണം വരെ പൈസ കിട്ടിയില്ല. എന്തിന്റെ കൂലി ഉണ്ടാവും? ഓരോ കൊല്ലം ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ടാവും. റഗ്ബത്തുൻ ഫിൽ ഖൈരി ഖൈറുൻ. ഖൈറിൽ ആഗ്രഹിച്ചാൽ തന്നെ ഖൈർ എഴുതി വെക്കും. തെറ്റിൽ ആഗ്രഹിച്ചാൽ തെറ്റ് എഴുതൂല. അത് മീസത്ത് മുഹമ്മദാണ്. മീസത്ത് ഉമ്മദ് ഉറങ്ങല്ലട്ട. കാര്യം പറയുമ്പോൾ അള്ളാഹു ഈ സമുദായത്തിന് കൊടുത്ത പ്രത്യേകതയാണ് എന്ത്? ഖൈർ ആഗ്രഹിച്ചാൽ ഖൈർ എഴുതി വെക്കും, തെറ്റ് ആഗ്രഹിച്ചാൽ ചെയ്യാതെ എഴുതൂല. ഉമ്മത്ത് മുഹമ്മദിന്റെ പ്രത്യേകത എന്ത് പറ? എന്ത് ഖൈർ ആഗ്രഹിച്ചാൽ തന്നെ ഖൈർ എഴുതി വെക്കും, തെറ്റ് ആഗ്രഹിച്ചാൽ എഴുതൂല, തെറ്റ് ചെയ്യാതെ എഴുതൂല. ചെയ്താൽ തന്നെ ഇടത്തെ മലക്ക് എഴുതാൻ ഒരുങ്ങുമ്പോൾ വലത്തെ മലക്ക് പറയും അംഹിൽ, കുറച്ച് നേരം നിൽക്കട്ടെ, ലഅല്ലഹു യസ്തഗ്ഫിറു, ചിലപ്പോൾ ഇയാൾ പൊറുക്കല്ലെത്തിടും, അപ്പോൾ എഴുതൂല. അള്ളാഹിന്റെ റഅഫത്ത് റഹ്മത്ത് എത്ര വലുതാണ്. നന്മ ചെയ്യണ്ട, പറയാൻ കുട്ടിയെ, നന്മ ചെയ്യണ്ട. നന്മ ആഗ്രഹിച്ചാൽ തന്നെ ഒരു കൂലി എഴുതി വെക്കും, ചെയ്താൽ വേറെ കൂലി എഴുതി വെക്കും. തിന്മ ആഗ്രഹിച്ചാൽ എഴുതി വെക്കൂല, തിന്മ ചെയ്താലേ എഴുതുള്ളൂ, ചെയ്താൽ തന്നെ എഴുതൂല. ഇടത്തെ മലക്ക് ഒരു മനുഷ്യൻ തിന്മ ചെയ്തു, അപ്പോൾ ഇടത്തെ മലക്ക് എഴുതാൻ ഒരുങ്ങും. അപ്പോൾ വലത്തെ മലക്കാണ് ഈ കൂട്ടത്തിൽ നേതാവ്. വലത്തെ മലക്ക് റഖീബ് അതീദ്. ഇതിൽ നേതാവാണ് ആര്? റഖീബ് അതീദിനോട് പറയും അംഹിൽ, കുറച്ച് വെയിറ്റ് ചെയ്യും, ലഅല്ലഹു യസ്തഗ്ഫിറു, ചിലപ്പോൾ ഇയാൾ പൊറുക്കലിന് തേടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സമയം കഴിയും, എന്നിട്ട് എഴുതുള്ളൂ. അല്ലാഹു തആലാന്റെ മിന്നത്ത് റഹ്മത്ത് റഹൂഫത്ത് എത്രയാണ്. അള്ളാഹു പുറത്തു തരുന്ന അടിമകൾ നമ്മളെ പെടുത്തട്ടെ. അതാ
അതാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയതിനനുസരിച്ച്, അഥവാ നിങ്ങളെ നിയത്ത് എന്തോ അതനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലവും ഉണ്ടാവുകയില്ല. അല്ലാഹു നല്ലവരെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ആ 3-4 ആയത്തിന്റെ ഓത്. അടുത്ത ആയത്ത് ഇന്ന അസ്ഹാബുൽ യൗമാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച ഓതാം. 3-4 ആയത്തോത്. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون ولا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സംസാരത്തിൽ അധികരിപ്പിക്കാതിരിക്കാനുള്ള ഷറഅന്റെ ഇഅ്ലാനാണ്. ഏതുപോലെ നോക്കണേ, സലാം പറയാൻ പറ്റില്ല എന്നാൽ പിന്നെ കിർ എന്ന് പറയാൻ പറ്റുന്നല്ല അതിൻ്റെ അർത്ഥം. സലാം പോലും പറയും. ഏതുപോലെ ഇങ്ങോട്ട് നോക്കി ഇന്നത്തെ നോക്കി ഏതുപോലെ മയ്യത്ത്, ഒരാൾ മരിച്ചു കഴിഞ്ഞ് മയ്യത്തിനെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ ഫാത്തിഹ, എന്തില്ല വജ്ഹത്തില്ല. എന്നാൽ വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന ഗായിബായ മയ്യത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിൽ വജ്ഹത്ത് പറ്റും എന്ന് തുഹഫയിലുണ്ട്. എന്താ വ്യത്യാസം? മനസ്സിലായില്ല. ഒന്ന് മയ്യത്ത് മുന്നിൽ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് അയാളെ മറവ് ചെയ്യാണ് വേണ്ടത് എന്നതിന്റെ ഇഅ്ലാനാണത്. അപ്പോ വജ്ജത്ത് മാത്രം ഒഴിവാക്കുക, പിന്നെ വെറുതെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, അത് പറ്റൂല. വജ്ജത്ത് പോലും എടുത്തു കളഞ്ഞത് എന്തിനാണ്? വേഗം മറവ് ചെയ്യാനാണ്. എന്നതുപോലെ പുരുഷന്മാരും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ദീനുള്ളവരാണെങ്കിലും സലാം പറയാൻ പാടില്ല എന്നാണ്. എന്താ സലാം പറയാൻ പാടില്ല, ബാക്കിയൊക്കെ പറയാം. അങ്ങനെയല്ല, ഒരത്യാവശ്യ വർത്താനല്ലാതെ പറയാൻ പാടില്ല. ആണ് പെണ്ണിനോട് പറയാൻ, പെണ്ണ് ആണിനോട് പറയലോ ഒക്കെ അസ്ർ കറാത്താണ്. സ്ത്രീ ആശിക്കപ്പെടാത്ത സമയമാകുകയാണെങ്കിലൊക്കെ പറ്റും. പക്ഷെ ആശിക്കപ്പെടൽ ഇപ്പൊ 72 നടക്കുന്നതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. ഒരു കുഴപ്പമില്ല. അത് എന്താണ്? അതിന് മൊത്തം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, മൊത്തം വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൈ പിടിച്ച് മുത്തും. ആണുങ്ങൾ കഴിഞ്ഞു പോയി, എന്നിട്ട് ഞങ്ങളൊന്ന് പിടിച്ച് മുത്തട്ടെ എന്ന് ഓൾക്ക് വിചാരിക്കാൻ പറ്റൂല. മനസ്സിലായില്ല? അതാണപ്പാ പറഞ്ഞത്, ദുസ്വാധീനം ഉണ്ടാകാൻ പാടില്ല. അതാണപ്പാ പറഞ്ഞത്, ദുസ്വാധീനം ഉണ്ടാകും. ആണ് പെണ്ണെന്ന് പറഞ്ഞ സംഗതി ദുസ്വാധീനം ഉണ്ടാകും എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ദുസ്വാധീനം ഉണ്ടാകാൻ പാടില്ല എന്നല്ലല്ലോ. ദുസ്വാധീനം ഉണ്ടാകാൻ എപ്പോഴും അവിടെ വഴിയുണ്ട്. അതന്നെയാണ്. സലാം മടക്കലും അങ്ങനെ തന്നെയാണ്. ആ നിയമം എങ്ങനെയാണോ അങ്ങനെയാണ്. സുന്നത്തായ സലാം മടക്കലാണെങ്കിൽ മടക്കൽ വാജിബാണ്, മറ്റേ തിരിച്ചൊരു പോലെയാണ്. ഫിത്തിനെ ഭയപ്പെടുമ്പോൾ ഹറാമായിരിക്കും, സലാം പറയാൻ തന്നെ ഹറാമായിരിക്കും. ഓളോടൊന്ന് സലാം പറയാൻ ചാൻസ് വെച്ചാൽ തന്നെ നമ്മൾ കഴിച്ചില്ലായി അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. മനസ്സിലായില്ല? പിന്നെ നമുക്ക് അവിടെ കൊളത്തായി സലാം പറയാൻ കഴിഞ്ഞാൽ മതി, പിന്നെ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാ ഉണ്ടല്ലോ. ആ സലാം പറയൽ പിന്നെ അവിടെ കറാത്തും അല്ല എന്താവും, ഹറാമാവും. മസാല അവസരത്തിനനുസരിച്ച് മാറ്റും. ചിലപ്പോൾ കറാത്താൻ, ചിലപ്പോൾ ഹറാമാവും. അങ്ങനെയൊക്കെ മാറും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അവസരങ്ങളാണ് അതിന്റെ വിഷയം. അള്ളാഹു താല അവസരങ്ങൾ അതിൽ ദുസ്വാധീനപ്പെടുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവിടെ നീയത്ത് മാത്രമല്ല, പൊതുവായ സംഗതിയിൽ എന്താണെന്നറിയാം, പൊതുവായ മുആമലാത്തുകളിൽ നീയത്ത് ഉണ്ടാവില്ല. ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് കെട്ടിച്ചെന്ന് പറഞ്ഞു, ഞാൻ സ്വീകരിച്ചു പറഞ്ഞു. അവിടെ ഞാൻ പിന്നെ എൻ്റെ നീയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹുസ്ലുഹുന്ന ജിദ്ദുൻ സലാസുൻ ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളി ഹദീസ്. സലാസുൻ, 3 കാര്യങ്ങളുണ്ട്. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹുസ്ലുഹുന്ന ജിദ്ദുൻ. അതിൽ കാര്യവും കാര്യമാണ്, കളിയും കാര്യമാണ്.
സലാസുൻ 3 കാര്യങ്ങളുണ്ട്. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹുസുലുഹുന്ന ജിദ്ദുൻ. ജിദ്ദുഹുന്ന ജിദ്ദുൻ അതിൽ കാര്യവും കാര്യമാണ്. വഹുസുലുഹുന്ന ജിദ്ദുൻ കളിയും കാര്യമാണ്. അന്നിക്കാഹു വത്തലാഖു വറജഅതു. അന്നിക്കാഹു നിക്കാഹ് ചെയ്തു, ഞാൻ സ്വീകരിച്ചു പറഞ്ഞു. ആ ഇനി എന്ത് പറയാൻ പറ്റൂല? തമാശ പറയാൻ പറ്റൂല. അത് 75 വയസ്സായ കാക്കാനോട് പറഞ്ഞു, എൻ്റെ 12 വയസ്സായ മാളങ്ങ് കെട്ടിച്ചെന്നു ഈ ഇതിന് പകരം എന്ന് പറഞ്ഞു. ഞാൻ സ്വീകരിച്ചെന്ന് മൂപ്പരും പറഞ്ഞു. ഞാൻ മൂപ്പരെ പിന്നാലെ അടക്കണം തൊലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. തൊലാക്കിന്റെ റിമാർക്കുമായി ഒന്ന് കെട്ടിച്ച് കാര്യം നിർത്തി പേരുമായി ആർക്ക്? കുട്ടിക്ക്. സലാസുൻ 3 കാര്യങ്ങളുണ്ട്. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹുസുലുഹുന്ന ജിദ്ദുൻ അതിൽ കാര്യവും കാര്യമാണ്, കളിയും കാര്യമാണ്. ഒന്ന് അന്നിക്കാഹു നിക്കാഹ്, വത്തലാഖു തൊലാഖ് കളി പറഞ്ഞാലും കാര്യമാണ്. വറജഅതു ഞാൻ അവളെ മടക്കിയെടുത്ത് പറഞ്ഞു, കളി പറഞ്ഞാലും കാര്യമാണ്. അന്നിക്കാഹു വത്തലാഖു വറജഅതു ഖാല റസൂലുള്ളാഹി. 3 കാര്യങ്ങളുണ്ട്. അതിൽ കളിയും കാര്യവും കാര്യമാണ്, കളിയും കാര്യമാണ്. ചില മുആമലാത്താണത്. മുആമലാത്തിൽ അങ്ങനെ സംഗതി ഇല്ല. മുആമലാത്തിൽ കാര്യവും കാര്യം തന്നെ, കളിയും കാര്യം തന്നെ ഒക്കെ കണക്കാണ്. മറ്റെന്താണ്? അമലുകളാ, ഇബാദത്താ. ഇബാദത്തിന്റെ ബേസ് നിയ്യത്താ. മുആമലാത്തിന്റെ ബേസ് ലാഹിറ. പറഞ്ഞ് പറ്റുമെന്നോ? പഠിച്ചോന്ന് ഇജിപ്പ എന്ത് ചോദ്യം? എന്ത് വർത്താനാണ് പറഞ്ഞ്? അറിയേ തലക്കട് പോകും. ചൂടോ ഇതൊന്നും പറയാൻ പറ്റില്ലടാ സിദ്ദീഖേ. അതൊക്കെ പ്രശ്നം തന്നെയാ. ചൂടന്നെ തന്നെ. ചൂടൊന്നും അവിടെ ഇല്ല. ആ ചൂടിന്റെ ചൂടല്ല. ആരാണ് ചങ്ങയ്യ ചൂടാകാത്ത? തൊലാക്ക് ചെല്ല. തൊലാക്കൊക്കെ ചൂടല്ലേ? തൊലാക്കൊക്കെ ചൂടല്ലേ? സ്നേഹത്തിന് ആരെങ്കിലും തൊലാക്കല്ലോ? ഞാൻ സ്നേഹത്തിന്റെ എല്ലാവിധ വർത്താനവും പറഞ്ഞിട്ട് തന്നെ ഞാൻ തൊലാക്കില്ല. അങ്ങനെ അറിയോ? പിരാന്തനല്ലാതെ അല്ല. അതൊന്നും പറ്റൂല. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അതൊക്കെ പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇതന്നെ ഇടപാടുകളിൽ അങ്ങനെയാണ്. കാര്യങ്ങളിലെല്ലാം അതിന് തമാശ എന്നുള്ള സംഗതി ഇല്ല. മുആമലാത്ത്, മുനാക്കഹാത്ത്, ഇടപാടുകള്, നിക്കാഹ് ബന്ധങ്ങൾ, ഇതിലൊന്നും കളി എന്നതൊരു സംഗതി ഇല്ല. അതിന്റെ പ്രത്യക്ഷത്തിന്റെ കൊണ്ടാണ് വിധിക്കുക. നേരെ മറിച്ച് ഇബാദാത്തിൽ പ്രത്യക്ഷം കൊണ്ടല്ല വിധിക്കുക, നിയ്യത്തുകൊണ്ടാണ്. അങ്ങനെയാണ്. അതിൽ പ്രത്യക്ഷം കൊണ്ടാണ് വിധിക്കുക. അങ്ങനെ തന്നെ എന്ന് അല്ലാഹു തആല ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞാലുള്ള ദോഷം. അപവാദം പറയാന്ന് പറഞ്ഞാല് അപവാദം പിന്നെ അത് എന്താ പറയാ, ലൈംഗിക അപവാദമാണെങ്കിൽ ഖദ്ഫാണ്. ഖദ്ഫ് എന്നത് സിനയേക്കാൾ അശദ്ധാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ വലിയ ഗൗരവമെന്നാണ് ഇന്ന് മനസ്സിലായില്ല. അതായത് 7 വൻദോഷങ്ങളിൽ ഖദ്ഫിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരാളെ പറ്റി അപവാദ ആരോപണം നടത്തുക, അത് ഖദ്ഫാണ്. സിനയേക്കാൾ അശദ്ധാണത്. അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ ഒരാളെ പറ്റി ഇല്ലാത്ത പറയാ ഒരു അപവാദ പ്രചരണം ഭയങ്കര പ്രശ്നമല്ലേ? അത് അപവാദ പ്രചരണം നടത്തുക അത് ഭയങ്കര ദോഷമാണ്. അത് ശബഉൽ മുബിഖാത്തിൽ പെടും എന്ന്. അത് ഇത്തരം വലിയ ദോഷാവുമ്പോൾ ശബഉൽ മുബിഖാത്തിൽ പെട്ടുപോകും. ബാക്കിയുള്ളൊക്കെ അതിൻ്റെ അടുത്ത് വരും. അതൊരു എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അപവാദം പുറത്ത് പറഞ്ഞു പോയാൽ എന്താണെന്നറിയോ, അയാളുടെ ക്ലീൻ ഇമേജിന് അത് ഭയങ്കര ദോഷം വരും. സാധുക്കളായ നിരപരാധികൾ അത് വിശ്വസിക്കും. ഏകദേശം ഇന്ന് നാട്ടിൽ നടക്കുന്നത് മൊത്തം അങ്ങനെയാണ്. ആ നാട്ടുകാർക്ക് ഒരു വിവരം ഉണ്ടാവില്ല. ഏതോ ഒരുത്തം പറഞ്ഞ് വേറുള്ളവർ അങ്ങനെ ഏറ്റുപിടിച്ച് അങ്ങനെ പോകും. ഇവരെല്ലാം മോശം ജനങ്ങൾ വിചാരിക്കും. എന്നാൽ ഈ മനുഷ്യന്മാരൊന്നും എന്താവില്ല, മോശമാവില്ല. നല്ല മനുഷ്യന്മാരായിരിക്കും. ഏതോ ഒരുത്തന് പറ്റാത്തവൻ എന്ത് ചെയ്യും? ഒരു അപവാദം പറയും, മറ്റവൻ പറയും, പിന്നെ വേറുള്ള പറയും, പിന്നെ നാടാകട് പറയും. ആ ആളുകളൊക്കെ നിരപരാധി ആയിരിക്കും ചെയ്യും. ഇവൻ അതിന്റെ മേൽ വെറുക്കപ്പെടും. എന്നാൽ സത്യത്തിൽ ആ ദോഷമൊന്നും ഈ മനുഷ്യനോട് ഉണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. ഏകദേശം അതാണ് അൽ ഫിത്നത്തു അശദ്ദു. അതാ ഫിത്ന ഉണ്ടാക്കുക. അപവാദ പ്രചാരണമാണ് എന്ത്? ഫിത്ന. അശദ്ദു മിനൽ ഖത്ലീൻ. അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ലി. ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകമാണ് ആ മനുഷ്യനെതിരെ അപവാദം ഉണ്ടാക്കൽ. കൊല്ലുന്നതിനേക്കാൾ ഭയാനകമാണ്. കാരണം കൊന്നാൻ മരിച്ച്. മറ്റങ്ങനെയല്ല. എന്ത്? ജനങ്ങൾക്കിടയിലും നിന്ദ്യനായി ജീവിക്കും. ഉള്ളത് പറയേണ്ടടുത്ത് പറയാം. നീ ചോദിക്കപ്പെടുന്ന ഒരു സംഗതിക്ക് മുന്നിലാണെങ്കിൽ പറയാ. നാട്ടിലാകെ പറയാൻ പാടില്ല. നാട്ടിലാകെ പറഞ്ഞാൽ ഇബത്തായി. ജഡ്ജിയുടെ മുന്നിൽ പറഞ്ഞാൽ സുന്നത്താണ്. ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെവിടെ പറയാൻ പറ്റൂല? പീടി പറയാൻ പറ്റില്ല. പീടിയിൽ ജഡ്ജില്ല.
നമ്മൾ ജഡ്ജിന്റെ അടുത്ത് പോയാൽ ആ അടുത്ത് ചെല്ലുമ്പോൾ പൈസ വാങ്ങി കാല് മാറും, പീടിക പോയി മാറുകയും ചെയ്യും. മനസ്സിലായില്ല? ഒരു വിഷയത്തിന്റെ അടുത്തെത്തിയാൽ മറ്റവന്റെ കയ്യിൽ നിന്ന് എന്താവും? കായ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? കാല് മാറും. എല്ലായിടത്തും ഉണ്ടായില്ല, ഉണ്ടാവണില്ല ആ സംഭവങ്ങളൊക്കെ. അവസാനം കാല് മാറും. എന്നാലോ ആവശ്യമില്ലാത്ത സംഗതി വെറുതെ അങ്ങനെ പറയും ചെയ്യും. ജഡ്ജിന്റെ മുന്നിൽ പറയാൻ സുന്നത്താണ്, അല്ലാതെ ചോദിക്കാതെ പറയാൻ പാടില്ല. അത് ഗീബത്താണ്. ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല സത്താറല്ലേ, മറച്ചു പിടിക്കുമല്ലോ അള്ളാഹു തആല. അള്ളാഹു സത്താറല്ലേ, അങ്ങനെയാണ്. ഒരാൾ വന്നിട്ട് സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞ് ഒരാൾ സിദ്ദീഖുൽ അക്ബറിനോട് എന്ത് പൊയ്ക്കവിടുന്നാണ് അടി. പിറ്റേ ദിവസം അയാൾ വന്നാണ് പറഞ്ഞ് പൊയ്ക്കവിടുന്നാണ് അടി. മൂന്നാം ദിവസം ഉമർ ഇബ്നു ഖത്താബിനോട് വന്നാൽ പറഞ്ഞ് ഞാൻ ശിക്ഷ വെച്ച്. ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥിയെ കൂട്ടിയിരുന്നു. ഒരു രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്ക് അതിഥിയെ സ്വീകരിച്ചു. അയാൾക്ക് കിടന്നുറങ്ങാൻ വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് ആ അതിഥി എൻ്റെ മകളെ കൊണ്ട് ഫാഹിഷത്ത് ചെയ്തു. മനസ്സിലായില്ല? ഇതൊരാൾ വന്നിട്ട് ആരോട് പറഞ്ഞ്? സിദ്ദീഖുൽ അക്ബറിനോട് മുണ്ടാതെ പോടാവുന്നതാണ്. എൻ്റെ മകളുടെ കാര്യം മറച്ചു പിടിക്കുകയും ചെയ്തുകൂടെ എനിക്ക് പറഞ്ഞു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇവിടെ സംഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവലൻ വേണ്ടത് എന്താ? മറച്ചു പിടിക്കുക. ലാഹിറാക്കേണ്ടത് അല്ല ലാഹിറാക്കും. എന്നാലും മറച്ചു പിടിക്കേണ്ടവർ എന്ത് ചെയ്യാൻ പാടില്ല? ലാഹിറാക്കാൻ പാടില്ല. ഇവിടെ ബാപ്പ വന്നിട്ട് ഖലീഫയോട് പറയാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബാപ്പ വന്നിട്ട് ഖലീഫയോട് പറഞ്ഞ് എന്ത്? ഖലീഫ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥിയെ സ്വീകരിച്ചിരുന്നു. ആ അതിഥിന്റെ മാളെ കൊണ്ട് തോന്നിയാസം ചെയ്തു. നട്ടപ്പാതിരക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ സിദ്ദീഖുലൊക്കെ പറഞ്ഞ മുണ്ടാ പോയി മാന്യതല്ലാത്തവനെ സ്വന്തം മോളെ തോന്നിയാസം വിളിച്ചു പറയാ. എൻ്റെ അടുത്ത് വന്നിട്ട് പോടാ അവിടുന്ന് ആട്ടി. പിറ്റേ ദിവസം പറഞ്ഞ പിറ്റേന്നും ആട്ടി. പിന്നെ അത് വെളിവായപ്പോഴോ ഇറങ്ങായപ്പോ ശിക്ഷ വിധിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അള്ളാഹു സത്താറാണ്. നടക്കണ കാര്യം കൂടി മുഴുവൻ എന്താ കണ്ട പുറത്തറിയാൻ പാടില്ല. വെളിവായാലോ അവിടെ ശിക്ഷ ഉണ്ടാവും ചെയ്യും. അള്ളാഹു സത്താറാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ. ഒരു ചീത്ത പരസ്യപ്പെടുത്തുന്ന അള്ളാഹു തആലക്ക് ഇഷ്ടമല്ല. ചീത്ത നടന്നിട്ടുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? പരസ്യപ്പെടുത്താൻ. പരസ്യപ്പെടുന്ന സംഗതികളുണ്ട്. പരസ്യപ്പെട്ട് അപ്പൊ ശിക്ഷ ഉണ്ടാവും. പരസ്യപ്പെട്ടിട്ടില്ലേ? ഇവിടെ അള്ളാഹ് മറച്ചു, ചിലപ്പോ അവിടെയും മറക്കാം. തിരിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിന്യത അവൻ ചീത്ത ചെയ്തത് പരസ്യപ്പെടില്ല. ചിലർ ചീത്ത ചെയ്യും, പക്ഷെ എന്താവില്ല? പരസ്യമാവില്ല. അതെന്തുകൊണ്ടാണ്? അള്ളാഹ്ക്കട 99 പേരിൽ ഒരു പേരുണ്ട്, എന്ത്? സത്താറ്. മറച്ചുപിടിക്കണോൻ. മാഷറിൽ വരുമ്പോ അള്ളാഹ് പറയും സത്തർത്തു, എന്റെ അമല് ഞാൻ ഇന്നാലിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാനത് മറച്ചുപിടിച്ചു. ഓഫർത്തു, ഇന്ന് ഞാനത് പുറത്തു പോയിക്കോ, സ്വർഗത്ത് പോയിക്കോ. ആരും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ തെറ്റിയതപ്പോൾ അറിഞ്ഞില്ല, അവിടെ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എന്തുകൊണ്ട്? അള്ളാഹ് സത്താറുമാണ്, ഒഫാറുമാണ്. ഇവിടെ സത്താറാണ്, അവിടെ ഒഫാറുമാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ കുട്ടി? അപ്പൊ ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ. ചീത്ത പരസ്യപ്പെടുത്തുന്ന അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്നാൽ ചില കാര്യങ്ങൾ പരസ്യപ്പെട്ടാലോ അപ്പോൾ അതിന് മുസ്ലിം ജഡ്ജ്മെന്റ് ശിക്ഷ വിധിക്കും. ഇനി അതിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ലെങ്കിലോ നമ്മളാ ഈ അപവാദം പറഞ്ഞു നിർത്താൻ, നേരായ സംഭവമാണെങ്കിലും പറഞ്ഞു പരത്താൻ പാടില്ല. അതാണ് ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. എന്ന് സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരിക്കും. സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളെ പറ്റിയുള്ള അപവാദ പ്രചരണത്തിന് സബഉൽ മുബിഖാത്തിലെ ഏറ്റവും ഭയാനകമായ ശിക്ഷയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കാരണം അതിലൂടെ ഒരു പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെട്ടു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ അഅദാഅക അഅദാഅദ്ദീൻ വഅലി കലിമതക ഇലാ യൗമിദ്ദീൻ. അള്ളാഹുവെ പടച്ചോനെ, ഞങ്ങളെ നീ നന്നാക്കണമേ റബ്ബേ. പടച്ചോനെ, സൻആയിലെയും ഹദർമൗത്തിലെയും യമനിലെയും പ്രശ്നം തീർക്കണമേ പടച്ചോനെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹിച്ച നാടാണ് യമൻ. അള്ളാഹു റസൂൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത നാടാണ് യമൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിന യമനിന. ഷാനിലും യമനിലും ബർക്കത്ത് ചെയ്യണമെന്ന് മുത്തുനബി ദുആ ചെയ്ത നാടാണ് യമൻ. അത് മാത്രമല്ല, അൽ ഈമാനു യമാനി വൽ ഫിഖ്ഹു യമാനി വൽ ഹിക്മത്തു യമാനിയ. യഥാർത്ഥ ഈമാൻ യമനികളുടെ ഈമാനാണെന്നും യഥാർത്ഥ ഫിഖ്ഹ് യമൻ വഴി വരുന്ന ഫിഖ്ഹാണെന്നും യഥാർത്ഥമായ തസവുഫും ത്വരീഖത്തും ഹിക്മത്തും എല്ലാം യമൻ വഴി കടന്നു വരുന്നതാണെന്നും മുത്ത് മുഹമ്മദ് മുസ്തഫ. അത്രയും പ്രധാനപ്പെട്ട നാടാണ് യമൻ.
പടച്ചോനെ റഹ്മാനെ, ആ യമനിലാണെന്ന് പ്രശ്നങ്ങളുള്ളത്, ആ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ റബ്ബേ, പ്രശ്നങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. യമനികൾക്ക് സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. യമനിലെ തെരീമികൾക്ക് സ്വർഗത്തിൽ പ്രത്യേക ഏരിയ ഉണ്ട് എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ യമനിയാണ് തെരീമിയാണ് എന്ന് കേട്ടാൽ ഉടനെ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് നിൽക്കുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. യമനികളോടുള്ള താല്പര്യം കാരണം ആ യമനാണ് പടച്ചോനെ നാശത്തിലാവുന്നത്. യമനെ വിജയിപ്പിക്കണമേ റബ്ബേ, യമന്റെ പ്രശ്നം തീർക്കണമേ റബ്ബേ, യമനിലെ പ്രശ്നം തീർക്കണമേ റബ്ബേ. മുസ്ലിമിൽ തമ്മിൽ ശത്രുക്കളായിട്ട് ശത്രു ചിരിച്ചു പോകരുതേ പടച്ചോനെ. മുസ്ലിമീങ്ങൾ തമ്മിൽ ശത്രുക്കളായി ശത്രുക്കൾ ചിരിച്ചു പോകരുതേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിനെ കാക്കണമേ റബ്ബേ. കലാപങ്ങൾ കുഴപ്പങ്ങളില്ലാതെ എല്ലാ നാടിനെയും സംരക്ഷിക്കണമേ റബ്ബേ. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ആയിരക്കണക്കായ കൊല്ലങ്ങളായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നാട്ടിലും കലാപങ്ങൾ കുഴപ്പങ്ങളില്ലാതെ കാത്ത് സംരക്ഷിക്കണമേ പടച്ചോനെ. എവിടെയും നന്മ വിജയിപ്പിക്കണമേ റബ്ബേ. ശത്രുതയും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ നടക്കുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഐക്യവും സ്നേഹവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ വിജയിപ്പിക്കണമേ പടച്ചോനെ. എവിടെയും ഖൈർ ഉണ്ടാകണമേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിന് വിജയം ഉണ്ടാവണമേ റബ്ബേ. ഹറമൈനി ഷരീഫൈനിയെ സംരക്ഷിക്കണമേ പടച്ചോനെ. അല്ലാഹുവേ, എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് മത സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമുദായത്തിന് ഗുണകരമായി ആ പ്രവർത്തനം നടത്താൻ തൗഫീഖ് നൽകണമേ റബ്ബേ. എല്ലാവരെയും വിജയിപ്പിക്കണമേ റബ്ബേ. ആരുടെയൊക്കെ മനസ്സിൽ നന്മണ്ടോ അവരെ നീ സഹായിക്കണമേ റബ്ബേ. ആരുടെയൊക്കെ മനസ്സിൽ കുതന്ത്രമുണ്ടോ അവർക്ക് നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. നല്ലവരിൽ ഞങ്ങളെ കൂട്ടണമേ പടച്ചോനെ. ഞങ്ങളെ കുട്ടികൾ സ്വാലിഹാകണമേ റബ്ബേ. ഞങ്ങളെ വീട് ഖൈറിന്റെ വീടാകണം റബ്ബേ. ഞങ്ങളെ ഭാര്യ സ്വാലിഹത്തുകളാകണമേ റബ്ബേ. ഞങ്ങളെ നാട്ടിൽ ഖൈർ നടക്കണമേ റബ്ബേ. എവിടെയും നിന്റെ വിജയം നടക്കണമേ റബ്ബേ. ഉംറ ചെയ്യാൻ പോകുന്ന ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഖൈറായ ഉംറ കൊടുക്കണമേ റബ്ബേ. ഭാര്യയും ഭർത്താവുമായി ഉംറക്ക് പോകുന്നവർ നമ്മുടെ ഈ ക്ലാസ്സിൽ വരുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ഖൈറായ ഉംറ കൊടുക്കണം റബ്ബേ. എല്ലാ അമലുകളും ഭംഗിയായി ചെയ്യാനുള്ള തൗഫീഖും സന്തോഷത്തിന്റെ മടക്കയാത്രയും നൽകണമേ റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണമേ പടച്ചോനെ. ഉമ്മത്ത് മുസ്ലിമത്തിനെ സഹായിക്കണമേ റബ്ബേ. സുന്നത്ത് ജമാഅത്തിനെ വിജയിപ്പിക്കണമേ റബ്ബേ. ബിദ്അത്ത് വലാലത്തിനെ നിർവീര്യമാക്കി പരാജയപ്പെടുത്തണം പടച്ചോനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫളലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.